എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. കുജന്തം രാമ രാമയതി മധുരം മധുരാഷ്ടകം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി ഗോകുലം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന രാമായണക്കാറ്റിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് രാമായണക്കാറ്റിന്റെ 20-ാം ദിവസമാണ്. ഇന്ന് പാരായണം സമർപ്പിക്കുന്നത് ബറോഡ ചാപ്റ്ററാണ്. ബറോഡ ചാപ്റ്ററിൽ നിന്നും രണ്ടുപേർ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ശ്രീമതി പത്മ നായർ ആൻഡ് ശ്രീമതി റാണി സ്വാമിനാഥൻ. ഇരുവരെയും വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ഗുരുസ്മരണ. ഇന്ന് പാരായണം ചെയ്യേണ്ട ഭാഗം സുന്ദരകാന്ഡം ഇന്ന് ആരംഭിക്കുകയാണ് നമ്മൾ. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി സരസ്വതി ഏട്ടത്തി എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ശോഭ ചേച്ചിയെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു ഗുരുസ്മരണയ്ക്കായി. ജയശങ്കര. ശോഭ ചേച്ചി കേട്ട് കാണുന്നു കരുതട്ടെ. കേട്ടു. ശ്രുതി സ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാൻ ഭവദ്വശിഖാ മുക്താ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർച്ഛിച്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപം. തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈപത്തിലും നാരങ്ങാഗതയും കരിമ്പുധനുഷം ശൂലം തഥാ ചക്രവും പിന്നെ പങ്കജപാശമൊട്ടുമധുന നീലോൽപലം നെല്ലുമായി കൊമ്പും കൊണ്ടരുളും വിനായകൻ നമുക്കേറ്റം തുണയ്ക്കേണമേ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധേർഭവതു മേ സദാ. പത്മപത്രവിശാലാക്ഷി പത്മകേസരവർണിനി നിത്യം പത്മാലയാ ദേവി സാ മാം പാതു സരസ്വതീ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. അതുലിതബലധാമം സ്വർണശൈലാഭദേഹം ധനുജവനകൃശാനും ജ്ഞാനിനാമഗ്രഗണ്യം സകലഗുണനിധാനം വാനരാണാമധീശം രഘുപതി വരദൂതം ബാധജാതം നമാമി. ശ്രീരാമഭഗ്നീം ജനകാത്മജാം താം സീതാഭിതാം വിശ്വമോഹനാംഗീം പാദാത്മജാം സേവിതപാദപദ്മാം നമാമി ലക്ഷ്മീം വരദാം സദാഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണാമി തുഞ്ചത്തെഴുമാര്യപാദം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം
വന്ദേ വാൽമീകി ഗോകുലം. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം ശോഭ ചേച്ചി. ഇന്നത്തെ പാരായണം ആരംഭിക്കുകയാണ്. ആദ്യമായി ബറോഡ ചാപ്റ്ററിൽ നിന്നും ശ്രീമതി പത്മ നായർ അവരുടെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. ജയശങ്കര. ഹരി ഓം. ഹരി ഓം. തുടങ്ങിക്കോട്ടെ. ഹായ്. ഹരി ശ്രീ ഗണപതയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രാമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. സുന്ദരകാന്ഡം. ഹരി ശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. സകല ശുഗകുല വിമല തിലകിത വികളേ വരെ. സാരസ്യ പീയൂഷ സാരസ സർവസ്വമേ. കഥയ മമ കഥകളതി സാദരം. കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ. കിളിമകളോട് അതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം. കളമൊഴിയുമഴകിനോട് തൊഴുതു ചൊല്ലിടിനാൾ. കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖിരിസുതയോട് ചിരിച്ചു ഗംഗാധരൻ. എങ്കിലോ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. സമുദ്രലംഘനം. ലവണജലനിധി ശതകയോജന വിസ്തൃതം ലംഘിച്ച് ലങ്കയിൽ ചെല്ലുവാൻ മാരുതി. മനുജ പരിവൃഢ ചരണ നളിനയുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കപിവരരോട് അമിത ബല സഹിതമുര ചെയ്തിത് കണ്ടുകൊള്ളുവിൻ നിങ്ങളെങ്കിലെല്ലാവരും. മമ ജനക സദൃശനൻ അഹമതി ചപലമംബരേ. മാനേന പോകുന്നിതാശരേ ശാലയെ. അജതനയ ശരസമം അധിക സഹസ്രാലദ്ദൈവ പശ്യാമി രാമപത്നീമഹം. അഖില ജഗതധിപനോട് വിരവോടറിയിപ്പനിങ്ങദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം. പ്രണതജന ബഹുജനന മരണഹര നാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ. ജനിമരണജലനിധിയെ വിരവൊടു കടക്കുമജ്ജന്മനാകിം പുനസ്തസ്യ ദൂതോസ്മ്യഹം. തദനു മമ ഹൃദി സപതി രഘുപതിര നാരദം. തസ്യാങ്കുലീയവുമുണ്ടു ശിരസി മേ. കിമപി നഹി ഭയമുദതി സപതി തരിതും നിങ്ങൾ. കീശപ്രവരരേ ഖേദിയായി കേതുമേ. ഇതി പവനതനയനുര ചെയ്തു വാലും നിജമേറ്റമുയർത്തിപ്പരത്തിക്കരങ്ങളും. അതിവിപുലകളതലവും ആർജവമാക്കി നിന്ന അങ്കുഞ്ചിതാംഘ്രിയായുർധ്വനയനായി. ദശപദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണ ദിക്കുമാലോക്യ ചാടിയിടിനാൻ. മാർഗവിഘ്നം. പദഗപതിരിവ പവന സുതനഥ വിഹായ സാഭാനുബിംബാഭയാപോകം ദശാന്തരേ. അമര സമുദയമനില തനയ ബലവേഗങ്ങൾ ആലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം ദദാ. സുരസയൊട് പവനസുത സുഖമതി മുടക്കുവാൻ തൂർണം നടന്നിത് നാഗജനനിയും. ത്വരിതമനിലജ മതിബലങ്ങൾ അറിഞ്ഞതി സൂക്ഷ്മദൃശാവരികന്നത് കേട്ടവൾ. ഗഗനപതി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തത്സന്നിധവുമേവിനാൾ. കഠിനതരമല്ലറിയവൾ അവനോടുര ചെയ്തിത്. കണ്ടീലയോ ഭവാൻ എന്നെ കപിവര. ഭയരഹിതം ഇതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നു മാം കൽപ്പിച്ചതീശ്വരൻ. വിധി വിഹിതമശനമിത് ന്യൂനമദ്യ ത്വയാ വീരാഭിശപ്പിനിക്കേറ്റമുണ്ടോർക്കതി. മമ വദന കുഹരമതിൽ വിരവിനോട് പോക നീ. മറ്റൊന്നുമോർത്ത് കാലം കളയായടോ. സരസമിതി രഭസതരമദന സുരസാഗിരം സാഹസാൽ കേട്ടനിലാത്മജൻ ചൊല്ലിനാൻ. അഹമഖില ജഗതധിപൻ അമര ഗുരു ശാസനാലാശു സീതാന്വേഷണത്തിന് പോകുന്നു.
അവളെ നിശിചരപുരിയിൽ വിരവിനോട് ചെന്ന കണ്ട് അദ്യവാ ശ്യോവാ വരുന്നതുമുണ്ട് ഞാൻ. ജനക നരപതി ദുഹിതചരിതമഖിലം ശ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ. തവ വദന കുഹരമതിലപഗത ഭയാകുലം താത്പര്യം ഉൾക്കൊണ്ടുവന്നു കീടുവൻ. അനൃതമക തളിരിലൊരു പൊഴുതുമറിവീലഹമാശുമാർഗം ദേഹി ദേവി നമോസ്തുതേ. തതന് കപികുലവരവനോടവളുമുര ചെയ്തിത് ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതുമേ. മനസി തവ സുദൃഢമിതി യതി സപതി സാദരം വാ പിളർന്നിടന്നു മാരുതി ചൊല്ലിനാൻ. അതിവിപുലമുടലുമൊരു യോജനായാമമായ ശുഗനന്ദനൻ നിന്നത് കണ്ടവൾ. അതിലധിക തരവദന വിവരമൊടാനാകുല അത്ഭുതമായഞ്ചു യോജന വിസ്തൃതം. പവന തനയനും അതിന് ജഡിതി ദശയോജന പരിമിതി കലർന്നു കാണായോരനന്തരം. നിജ മനസി ഗുരു കുതുകമോട് സുരസയും തഥാ നിന്നാൾ 20 യോജനവായുമായി മുഖകുഹരമതി വിപുലമിതി കരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ. അലമലിമിതയ്യം അമലനരുത് ജയമാർക്കുമെന്ന് 50 യോജന വാ പിളർന്നീടിനാൾ. അത് പൊഴുതു പവനസുതനതി കൃശരീരനായ അങ്കുഷ്ടതുല്യനായുൾപ്പുക്കരുളിനാൻ. തതിന് രഘുതരം അവന് മുരുതര തപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ. ശൃണു സുമുഖി സുരസുഖ പരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ. ശരണമിഹ ചരണ സരസിജയുഗളമേവതേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ. പ്ലവക പരിവൃഢവചന നിശമന ദശാന്തരേ പേർത്തു ചിരിച്ചു പറഞ്ഞും സുരസയും. വരിക തവ ജയമതി സുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുതാ. രഘുപതിയുടെ അഖിലമറിയിക്കതൽ കോപേന രക്ഷോഗണത്തെയുമൊക്കെയൊടുക്കണം. അറിവതിനു തവ ബലവിവേക വേഗാദികളാതിഥേയന്മാരയച്ചു വന്നേനകം. നിജചരിതമഖലമവളവനോടറിയിച്ചു പോയി നിർജ്ജരലോകം ഗമിച്ചാൾ സുരസയും. പവനസുതനഥ ഗഗനപതി ഗരുഡതുല്യനായി പാഞ്ഞു പാരാവാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയുമജലവരനോട് ചൊല്ലിയിടിനാൻ. ചെന്നു നീ സത്കരിക്കേണം കവീന്ദ്രനെ. സകര നരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്ന് ചൊല്ലുന്നിതെല്ലാവരും. തഥപി ജനഭവനറിക രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതുമവൻ. ഇടയിലൊരു പതനം അവനില്ല തത്കാരണാലിച്ഛയാ പൊങ്ങിത്തളർച്ച തീർത്തിയിടണം. മണികനകമയൻ അമലനായ വൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിയിടിനാൻ. ഹിമശിഖിരി തനയൻ അഹമറിക കപിവീര നീ എന്മേലിരുന്ന് തളർച്ചയും തീർക്കടോ. സലില നിധി സരഭസമയ്ക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തു പൊയ്ക്കൊള്കടോ. അമൃതസമ ജലവും അതിമധുര മധുരപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊള്ളുക നീ. അലമലമിതരുതരുത് രാമകാര്യാർത്ഥമായ ശുഭോഗം വിധൗ പാർക്കരുതെങ്ങുമേ. പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്ന് ഭാവിക്കുകയെന്നുള്ളതും അനുചിതമിതറിക രഘുകുലതിലക കാര്യങ്ങൾ അൻപോട് സാധിച്ചൊഴിഞ്ഞരുതെന്നുമേ. വിഗത ഭയമിനി വിരവൊടിന്നു ഞാൻ പോകുന്നു. ബന്ധുസത്കാരം പരിഗ്രഹിച്ചേനഹം. പവനസുദ്ധനിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. പുനരവനു മനില സമമുഴറി നടകൊണ്ടിത് പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമാൽ. തതനു ജലധിയിൽ അതിഗഭീരദേശാലയെ സന്തതം വാണഴും ഛായാഗ്രഹണിയും. സരിതധിപനുപരി പരിചൊടു പോകുന്നവൻ തൻ നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൾ. അത് പൊഴുതു മമഗതി മുടക്കിയതാരെന്നിതന്തരാ പാർത്ത് കീഴ്പോട്ട് നോക്കിയിടിനാൻ. അതിവിപുലധരപയകരാംഗിയെ കണ്ടളവംഘ്രിപാതേന കൊന്നിടിനാൻ തൽക്ഷണേ. നിഴലത് പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന നീജയാം സിംഹികയെ കൊന്നനന്തരം ദശപദനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണ ദിക്ക് നോക്കി കുതിച്ചിടിനാൾ. ചരമഗിരിശിരസി രവിയും പ്രവേശിച്ചത് ചാരുലങ്ക ഗോപുരാഗ്രേ കപീന്ദ്രനും. ദശവദന നഗരം അതിവിമല വിപുലസ്ഥലം ദക്ഷിണവാരിധി മധ്യേ മനോഹരം. ബഹുലഫല കുസുമതല യുധവിട പിസങ്കുലം വല്ലീകുലാവൃതം പക്ഷിമൃഗാന്വിതം മണികനകമയം അമരപുര സദൃശ
മണികനകമയം അമരപുര സദൃശം അമ്പുധി മധ്യേ ത്രികുടാചലോപരി മാരുതി കമലമകൾ ചരിതമറിവതിന് ചൊന്നൻപോട് കണ്ടിതു ലങ്കാനഗരം നിരുപമം കനക വിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ പരവശതയോട് ജഡിതി പലവഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ നിശി തമസി നിശിചരപുരേ കൃശരൂപനായി നിർജ്ജനദേശേ കടപ്പനെന്നോർത്തവൻ നിജ മനസ്സി നിശിചര കുലാരിയെ ധ്യാനിച്ചു നിർജ്ജര വൈരിപുരം ഗമിച്ചിടിനാൻ. ലങ്കാലക്ഷ്മി മോക്ഷം. പ്രകൃതി ചപലനും അധിക ചപലമജലം മഹൽ പ്രകാരവും മുറിച്ചാകാരവും മറച്ചവനിമകളടിമലരുമകതളിരിലോർത്തുകൊണ്ട് അഞ്ജനാനന്ദനൻ അജ്ഞസാ നിർഭയം ഉടൽ കടികിനോട് സമമിടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ കഠിനതരമല്ലറിയൊരു രജനിചരിവേഷമായി കാണായിതാശുലങ്കാശ്രിയേയും തഥാ ഇവിടെ വരുവതിന് പറകെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നീ വാഞ്ചിതം. അസുരസുര നര പശുമൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാൻ അറിയാതെ ഇത് പരുഷവചനമൊടണഞ്ഞു താടിച്ചിതന്നേറെ രോഷേണ താടിച്ചു കപീന്ദ്രനും രഘുകുലജവരസജീവവാമമുഷ്ടിപ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും കപിവരനോട് അവളും എഴുന്നേറ്റ് ചൊല്ലിയിടിനാൻ കണ്ടേനടോ തവ ബാഹുബലം സഖേ വിധി വിഹിതമിതു മമ പുരൈവധാതാവുതാൻ വീരാ പറഞ്ഞിതിന്നോടിതു മുന്നമേ സകല ജഗതധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ കമലദല നയനന അവനിയിൽ അവതരിക്കും ഉൾക്കാരുണ്യമോടഷ്ടവിംശതി പര്യയെ ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനാൽ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനക നൃപവരന് മകളായി നിജമായയും ജാതയാം ഭക്തിമുഖ വിനാശത്തിനായി സരസിരുഹനയനൻ അടവീലഥ തപസ്സിനായി സംഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരെ ദശവദനൻ അവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരിധി പുക്കിരിക്കുന്ന നാൾ സപതി രഘുവരനോട് അരുണജന സാജീവ്യവും സംഭവിക്കും. പുനഃസുഗ്രീവ ശാസനാൽ സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകൻ തവാന്തികെ കലഹമവനോട് ജഡിതി തുടരും അവളെത്രയും കാതരായി വരും നീ എന്ന് നിർണയം. രണനിപുണനോട് ഭവതി താടനവും കൊണ്ട് രാമദൂതന്നു നൽകേണം അനുജ്ഞയും. ഒരു കവിയുടെ ഒരു ദിവസം അടി ജഡിതി കൊൾവിൻ നീ ഓടി വാങ്ങിക്കൊള്ളുകെന്ന് വിരിഞ്ചനും കരുണയോട് ഗത കപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിവിടെ പല കാലവും രഘുപതിയൊടിനിയൊരിടയൊരുകെ നടകൾക നീ ലങ്കയും നിന്നാൾ ജിതയായിതെന്നടോ നിഖില നിശിചര കുലപതിക്കു മരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞിത് ഭഗവതനുചര ഭവത് ഭാഗ്യം ഭവാനിനി പാരാതെ ചെന്ന് കണ്ടിടുക ദേവിയെ. ത്രിദശ കുലരിപു ദശമുഖാന്തപുരവരെ ദിവ്യലീലാവനെ പാദപസംകുലെ നവകുസുമതല സഹിത വിടപിയുത ശിംശപാനാമ വൃക്ഷത്തിൻ ചുവട്ടിലതിശുച നിശിചരികൾ നടുവിലഴലോട് മരുവിടുന്നടോ സന്തതം ത്വരിതമവൾ ചരിതമുടൻ അവനോടറിയിക്ക പോയംബുതിയും കടന്നമ്പരാന്തേ ഭവാൻ അഖില ജഗതധിപതി രഘുത്തമൻ പാതുമാമസ്തുതേ സ്വസ്ഥിരത്യുത്തമോത്തം സമേ. രഘുമധുരവചനമിതി ചൊല്ലി മറഞ്ഞിത് ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. അടുത്ത ഭാഗം ശ്രീമതി റാണി സ്വാമിനാഥൻ ബാക്കി ഭാഗം പാരായണം ചെയ്തു കൊള്ളട്ടാണോ? അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അങ്ങോട്ട് പരസ്പരം ഏത് ഭാഗം തൊട്ടാണ്? പറഞ്ഞിട്ടുണ്ട്. സീതാ സന്ദർശനം അതാ അപ്പൊ അവിടെ തൊട്ടല്ലേ ഇപ്പം ഇതന്നെ അതിന്റെ തുടർച്ച. ഇതിന്റെ തുടർച്ചയായിട്ടല്ലേ പാരായണം ചെയ്ത? ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സീതാ സന്ദർശനം. ഉദകനിധി നടുവിൽ മരുവും ത്രികൂടാദ്രിമേൽ ഉല്ലംഘിതേബ്ധൗ
പവനാത്മജന്മനാ ജനക നരപതിവരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോം ജനക നരപതി ദുഹൃദ്രുവരനു ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖം ദുഃഖവും തദനു കപികുലപതി കടന്നിതു ലങ്കയിൽ താൻ അതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിത രവികിരണ രുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാനൊരേടമൊഴിയാതെ ദശവദനമണി നിലയമായിരിക്കും മമ ദേവി ഇരിപ്പേടമെന്നോർത്തു മാരുതി കനകമണി നികര വിരചിതം പുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമൂർത്തിയിടിനാൻ ഉടമയൊടു മസുരപുരി കനിവിനോടു ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃത സമസലിലയുധവാപിയും ഉത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണ സാലധ്വജ പതാകങ്ങളും ദശവദനമണിഭവന ശോഭ കാണും വിധൗ ദിക്പാല മന്ദിരം ദികൃതമായി വരും കനകമണി രചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെ നീളെ നോക്കും വിധൗ കുസുമജയ സുരഭിയോടു പവനൻ അതിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും ഒരു തരു പ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും അതിനിഗണം അഖില ജഗദീശ്വരി തന്നെയും ആശുകനാശു കാട്ടിക്കൊടുത്തിടിനാൻ മലിനതര ചിഗുരവസനം പൂണ്ടു ദീനയായി മൈഥിലിതാൻ കൃശഗാത്രിയായ എത്രയും ഭയവിവശം അവനിയിൽ ഉരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചലം നയനജലമനവരതമൊഴുകി നാമത്തെ രാമരാമേതി ജപിക്കയും നിശിചരികൾ നടുവിലഴലൊടുമരുവും ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി വിടബിവര ശിരസി നിബിഡച്ഛദാന്തർഗതൻ വിസ്മയം പൂണ്ടു ിനാൻ ദിവസകര കുലപതി രഘുത്തമൻ തന്നെ ദേവിയാം സീതയെ കണ്ടു കപിവരൻ കമലമകൾ അഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർത്ഥോസ്മ്യഹം ദിവസകര കുലപതി രഘുത്തമൻ കാര്യവും ദീനത എന്നിയെ സാധിച്ചിതിന്നു ഞാൻ. രാവണന്റെ പുറപ്പാട്. ഇതിഫലവും അകതളിരിലോർത്തു കപിവരൻ ഇത്തിരി നേരമിരിക്കും ദശാന്തരേ അസുരകുലവര നിലയനത്തിൻ പുറത്തു നിന്നാശു ചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കിമിതമിതി സപതി കിസലയ ചലനിലീനനായി കീടവദ്ദേഹം മറച്ചു മരുവിനാൻ വിബുധ കുലരിപുദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കപികുഞ്ചരൻ അസുരസുര നിശിചരവരാംഗനാവൃന്ദവും അദ്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശവദനൻ അവരതമകതളിരിലുണ്ടു തൻ ദേഹനാശം ഭവിക്കുന്നതീശ്വര സകല ജഗധധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു ഞാൻ നിശിതധര ശരശകലിതാംഗനായി കേവലേ നിർമ്മലമായ ഭഗവത് പദാംബുജേ വരദനജനമരും അമൃതാനന്ദപൂർണമാം വൈകുണ്ഠരാജ്യമെനിക്കെന്നു കിട്ടുന്നു അതിനുബദ സമയമിതമിതി മനസ്സി കരുതി ഞാൻ അംഭോജപുത്രിയെ കൊണ്ടുപോന്നിടിനേൻ അതിനുമൊരു പരിഭവമൊരു ഉഴറി വന്നീലവനായുർവിനാശകാലം നമുക്കാഗതം ശിരസി മമ ലിഖിതമിഹ മരണസമയം ദൃഢം ചിന്തിച്ചു കണ്ടാൽ അതിനില്ല ചഞ്ചലം കമലജനുമറിയരുതു കരുതുമളവാർക്കുമേ കാലസ്വരൂപനാമീശ്വരൻ തന്മതം സതതമകതളിരിലിവ കരുതി രഘുനാഥനെ സ്വാത്മനാ ചിന്തിച്ചിരിക്കവേ കവികൾ കുലവരൻ അവിടെ ആശു ചെല്ലും മുമ്പേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ രഘുജനക തിലകവചനേന രാത്രൗ വരും കശ്ചിൽ കപിവരൻ കാമരൂപാന്യുതൻ കൃപയോടൊരു കൃമി സദൃശ സൂക്ഷ്മ ശരീരനായി കൃഷ്ണം പുരവരമന്വേഷ്യ നിശ്ചലം തരുനികരവര ശിരസി വന്നിരുന്നാദരാൽ താർമകൾ തന്നെയും കണ്ടു രാമോദന്തം അഖിലം അവളോടുപത പറഞ്ഞടയാളവും ആശു കൊടുത്തുടൻ ആശ്വസിപ്പിച്ചു പോം അതു പൊഴുതിലിവൻ അറിവതിനു ഞാൻ ചെന്നു കണ്ടാധി വളർത്തുവൻ വാങ്മയാസ്ത്രങ്ങളാൽ രഘുപതിയോടു
അതും അവൻ അശേഷം അറിയിച്ചു രാമനുമിങ്ങു കോപിച്ചുടനെ വരും രണശിരസി സുഖമരണമതി നിശ്ചിതമായുള്ള രാമശരമേറ്റെനിക്കും വരും ദൃഢം. പരമഗതി വരുവതിനു പരമൊരുപദേശമാം പന്ഥാവിനു മമ പാർക്കയില്ലേതുമേ സുരനിവഹമദ്ബലവശാൽ. സത്യമായി വരും സ്വപ്നം ചിലർക്കു ചില കാലമൊക്കണം. നിജമനസി ഫലവും ഇതി വിരവോടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ. കനകമണിവലയ കടകാംഗത നൂപുര കാഞ്ചി മുഖാഭരണാരവമന്തികെ വിവശതര ഹൃദയമൊടു കേട്ടു നോക്കും വിധൗ വിസ്മയമാം മാറു കണ്ടു പുരോഭുവി വിബുധരിപു. നിശിചരകുലാധിപൻ തൻ വരവെത്രയും ഭീതയായി വന്നിതു സീതയും. പുരസിജവും ഒരു തുടകളാൽ മറച്ചാതി പൂണ്ടുത്തമാംഗം താഴ്ത്തി വേഭതുഗാത്രിയായി. നിജരമണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരേ. ദശവദനയുഗ ശരപരവശതയാ സമം ദേവീ സമീപേ തൊഴുതിരുന്നിടിനാൻ. രാവണന്റെ ഇച്ഛാഭംഗം. അനുസരണ മധുര രസവചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടു ചൊല്ലിയിടിനാൻ. ശൃണു സുമുഖി തവ ചരണനളിന ദാസോസ്മ്യഹം ശോഭനശീലേ പ്രസീദ പ്രസീദ മേ. നിഖില ജഗദധിപ സുരേശമാലോക്യ മാം നിന്നിലേ നീ മറഞ്ഞെന്തിരുന്നിടുവാൻ. ത്വരിതമതികുതുകമൊടുമൊന്നു നോക്കിയിടുമാം തൊൽഗത മാനസനെന്നറിയന്നെ നീ. ഭവതി തവ രമണമഭി ദശരഥ തനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴെടോ. പല സമയമഖില ദിശി നന്നായി തിരകിലും ഭാഗ്യവതാമി കണ്ടുകിട്ടാപരം. സുമുഖി ദശരഥ തനയനാൽ നിനക്കേതുമേ സുന്ദരീ കാര്യമില്ലെന്നു ധരിക്ക നീ. ഒരു പൊഴുതും അവനു പുനരൊന്നിലും ആശയില്ലോർത്താലൊരു ഗുണമില്ലവനോമലേ. സുദൃഢമനവരതമുപഗൂഹനം ചെയ്കിലും സുഭ്രൂ സുചിരമരികെ വസിക്കിലും തവ ഗുണസമുദയമലിവോടു ഭുജിക്കിലും താൽപര്യം നിന്നിലില്ലവനേതുമേ. ശരണമവനൊരുവരുമൊരിക്കലുമില്ലിനി ശക്തിവിഹീനൻ വരികയുമില്ലല്ലോ. കിമപി നഹി ഭവതി കരണീയം ഭവതിയാൽ കീർത്തിഹീനൻ കൃതഘ്നൻ തുലോം നിർമ്മമൻ മതരഹിതൻ അറിയരുതു കരുതുമളവാർക്കുമേ. മാനഹീനൻ പ്രിയേ പണ്ഡിത മാനവാൻ നിഖില നവചര നിവഹ മധ്യസ്ഥിതൻ വൃശം. നിഷ്കിഞ്ചന പ്രിയൻ ഭേദഹീനാത്മകൻ ശോഭജനുമൊരവനി സുരവരനും അവനൊക്കുമീ. ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ. ഭവതിയെയും ഒരു ശബര തരുണിയെയും ആത്മനാ പാർത്തു കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ. ഭവതിയെയും അകതളിരിൽ അവനിഹ മറന്നിതു ഭർത്താവിനെ പാർത്തിരുന്നതിനി മതി. ത്വയി വിമുഖവന നിശമതിനു നഹി സംശയം. ത്വദ്ദാസദാസോഹമദ്യ ഭജസ്വമാം. കരഗതമൊരമലമണിവരെ ഉടനുപേക്ഷിച്ചു കാജത്തെ എന്തിനു കാക്ഷിക്കുന്നിതോമലേ. സുരതനുജ ദിദിജ ഭുജകാപ്സരോ ഗന്ധർവ സുന്ദരീവർഗം പരിചരിക്കും മുതാ. നിയതം അതിഭയ സഹിതമിത ബഹുമാനേന നിൽപരിഗ്രഹമായി മരുവീടുകിൽ. കളയരുതു സമയമിഹ ചെറുതു വെറുതെ മമ കാന്തേ. കളത്രമായി വാഴ്ക നീ സന്തതം. കളമൊഴികൾ പലരുമിഹ വിടുപണികൾ ചെയ്യും അക്കാലനും പേടിയുണ്ടെന്നെ മനോഹരെ. പുരുഷ ഗുണമിഹ മനസി കരുതു പുരുഹൂതനാൽ പൂജ്യനാം പുണ്യപുമാനെന്നറികമാം. സരസമനുസര സദയമയി തവ വശാനുഗം സൗജന്യ സൗഭാഗ്യസാര സർവസ്വമേ. സരസിരുഹമുഖി ചരണ കമലപതി പതിതോസ്മ്യഹം സന്തതം പാഹി മാം പാഹി മാം പാഹി മാം. വിവിധമിതി ദശവദനനുസരണപൂർവകം വീണു തൊഴുതപേക്ഷിച്ചോരനന്തരം ജനകജയും അവനോട് അതിനിടയിൽ ഒരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിയിടിനാൻ.
സുവൃതൃകുലതിലകനിലധീവ ഭീത്യാ ഭവാൻ സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയമതി വിനയമൊടു ശുനീവഹവീരധ്വരേ സാഹസത്തോടു മാം കട്ടുകൊണ്ടീലയോ ദശവദന സുദൃഢമനുചിതമിതു നിനയ്ക്ക നീ തൽഫലം നീ താനനുഭവിക്കും ദൃഢം. ദശരഥ വപുഷാ ഭവാൻ ദേഹം വിനായമലോകം പ്രവേശിക്കും. രഘുജനന തിലകനൊരു മനുജനിധി മാനസേ രാക്ഷസരാജ നിനക്കു തോറ്റം ബലാൽ ലവണജലനിധിയെ രഘുകുല തിലകൻ അശ്രമം ലംഘനം ചെയ്യുമതിനില്ല സംശയം. ലവസമയമൊടു നിശിത വിശിഖ പരിപാദേന ലങ്കയും ഭസ്മമാക്കിയിടുമരക്ഷണാൽ സഹജ സുത സജീവ ബലപതികളോടുകൂടവേ സന്നമാം നിന്നുടെ സൈന്യവും നിർണയം. അവനവനിപുണതരനവനിഭരനാശനൻ അദ്യ ധാതാവപേക്ഷിച്ചതു കാരണം അവതരണം അവനിതലമതിലതി ദയാപരനാശു ചെയ്തിടിനാൻ നിന്നെ ഒടുക്കുവാൻ. ജനക നൃപവരനു മകളായി പിറന്നേനഹം ചെമ്മേ അതിനൊരു കാരണഭൂതയായി അറിക തവ മനസി പുനരിനി വിരവിനോടു വന്നാശു മാം കൊണ്ടുപോം നിന്നെയും കൊന്നവൻ. ഇതി മിഥില നൃപതി മകൾ പരുഷവചനങ്ങൾ കേട്ടേറ്റവും ക്രുദ്ധനായോരു ദശാനനൻ അതിചപല കരഭുവി കരവാളമാശു ഭൂപുത്രിയെ കൊല്ലുവാനോങ്ങിനാൻ. അതു പൊഴുതിലതികരുണയൊടു മയതനൂജയും ആത്മഭർത്താരം പിടിച്ചടക്കിടിനാൻ. ഒഴികൊഴിക ദശവദന ശൃണു മമ വജോ ഭവാനൊല്ലാതെ കാര്യമൊരായിക മൂഢപ്രവോ തെജ മനുജതരുണിയൊരുടയവനൊരു മെന്നിയെ ദീനയായി ദുഃഖിച്ചതീവ കൃശാംഗിയായി പതിവിരഹ പരവശതയോടുമിഹ പരാലയെ പാർത്തു പാതിവ്രത്യമാലംഭവം പലിരവു നിശിചരികൾ പരുഷവചനം കേട്ടു പാരം വശം കെട്ടിരിക്കുന്നിതുമിവൾ ദുരിതമതിലധികമിഹ നഹി നഹി സുദുർമതേ ദുഷ്കീർത്തി ചേരുമോ വീരപുംസാം വിഭോ. സുരതനുജ ദിതിജ ഭുജഗോപ്സ അപ്സരോ ഗന്ധർവ സുന്ദരീ വർഗം നിനക്കു വശഗതം ദശമുഖനും അധിക ജളനാശു മണ്ഡോദരി. ദാക്ഷിണ്യവാക്കുകൾ കേട്ടു സലജ്ജനായി നിശിചരികളോടു സദയം അവനുമുര ചെയ്തിതു നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ ഭയജനക വചനമനുസരണ വചനങ്ങളും ഭാവവികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനിമകൾ അകതളിരോ ഒഴിച്ചെങ്കലാക്കുവിൻ അൻപോടു 2 മാസം പാർപ്പിനിന്നിയും. ഇതി രജനീചരികളോടു ദശവദനൻ പറഞ്ഞീഷയോട് അന്തപുരം ഭുക്കുമേവിനാൽ അതികഠിന പരുഷതവ വചന ശരമേൽക്കയാൽ ആത്മാവു ഭേദിച്ചിരുന്നിതു സീതയും. അനുചിതമിതലമലമടങ്ങുവിൻ നിങ്ങളെ എന്നപ്പോൾ ത്രിജടയുമാശു ചൊല്ലിയിടിനാൾ. ശൃണുവചനമിതു മമ നിശാചര സ്ത്രീകളെ ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ. സുഖരഹിത ഹൃദയമോടുറങ്ങിനേനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേനിതാനീം ദൃഢം. അഖില ജഗദധിപ അഭിരാമനാം രാമനുമൈരാവതോപരി ലക്ഷ്മണവീരനും ശരനികര പരിപതന ദഹന കണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും രണശിരസി ദശമുഖനെ നിഗ്രഹിച്ച ശ്രമം. രാക്ഷസരാജ്യം വിഭീഷണനും നൽകി മഹിഷിയെയും അഴകിനോടു മടിയിൽ വെച്ച് ആദരാൽ മാനിച്ചു ചെന്ന് അയോധ്യാപുരം മേവിനാൻ. കുലിശധര രിപുദശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹ്രദം തന്നിലെ തിലരസവുമുടൽ മുഴുവനിലവനോടണിഞ്ഞുടൻ ധൃത്വാ നളദമാല്യം നിജമൂർധനി നിജ സഹജ സജീവസുത സൈന്യസമേതനായി നിർമ്മഗ്നനായി കണ്ടു വിസ്മയം തേടിനേ. രജനിചര കുലപതി വിഭീഷണനായി പാദാബ്ജവും സേവിച്ചു മേവിനാൻ. കലുഷതകൾ കളവനിഹ രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാമിതു സത്യമത്രേ ദൃഢം. കരുണയൊടു വയമതിനു കതിഭയദിനം മുതാ കാത്തുകൊള്ളേണം ഇവളെ നിരാമയം. രജനിചര യുവതികളതി
ഇതി ത്രിജടാവജോരീതി കേട്ട് അദ്ഭുത ഭീതി പൂണ്ടിടിനാർ. മനസ്സി പരവശതയോടുറങ്ങിനാനേവരും മനസ്സി ദുഃഖം കലർന്നു വൈദേഹിയും. ഹരേ രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. വളരെ സന്തോഷം. ഇന്ന് ബറോഡ ചാപ്റ്ററിൽ നിന്ന് രണ്ടുപേർ, ശ്രീമതി പത്മ നായർ ആൻഡ് ശ്രീമതി റാണി സ്വാമിനാഥൻ, ഇരുവരും മനോഹരമായി തന്നെ പാരായണം ചെയ്തു. വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു വേദിയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് രണ്ടുപേരും വരുന്നതെന്ന് തോന്നുന്നു. ലിങ്ക് എനിക്ക് തോന്നുന്നു പരമേശ്വരേട്ടായിരിക്കും തന്നിരിക്കുന്നത് അല്ലേ? നമ്മുടെ ഗ്രൂപ്പിലില്ലല്ലോ, ബറോഡ ഗ്രൂപ്പിലില്ലല്ലോ ബറോഡ ചാപ്റ്ററിന്റെ. ഇല്ല ഇല്ല. ഞങ്ങള് തുടർന്ന് പങ്കെടുക്കണം എന്ന് ബറോഡ ആഗ്രഹമുണ്ടല്ലോ ദയവായിട്ട്. ഹരി ഓം. ഹരി അങ്ങുണ്ടോ അല്ലേ? പരമേശ്വരേട്ടാ പറഞ്ഞോളൂ അങ്ങ്. റാണി ആൻഡ് പത്മ. ആ ഞാൻ യാത്രയിലാണ്. തീർച്ചയായിട്ടും ഇവർക്കും കൂടെ നമ്മുടെ ബറോഡ ചാപ്റ്ററിന്റെ ലിങ്ക് കൊടുത്തോളൂ. അവർ തുടർന്ന് നമ്മുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കട്ടെ. വളരെ സന്തോഷം പരമേശ്വരേട്ടാ. ഇവരെ നമ്മുടെ നാരായണീയം ഗ്രൂപ്പിന്റെ അഡ്മിൻസ് ആണ് ഇവര്. ഓ ഗ്രേറ്റ്. രണ്ടുപേരും. സന്തോഷം. പെട്ടെന്ന് അവരോട് പറഞ്ഞു, അവരോടൊന്ന് കയറി പാരായണം ചെയ്യണമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് അവരത് ചെയ്യാൻ സാധിച്ചു. തീർച്ചയായിട്ടും നല്ലൊരു വേദിയിൽ തന്നെയാണ് അവരും എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷം പരമേശ്വരേട്ടാ, വളരെ സന്തോഷം. അപ്പൊ ഇനി തുടർന്ന് നമുക്ക് ഇന്ന് പാരായണം ചെയ്ത ഭാഗത്തെക്കുറിച്ച് വ്യാഖ്യാനം നടത്തുവാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആലപ്പുഴ ജില്ലാ ചാപ്റ്ററിന്റെ ചീഫ് കോർഡിനേറ്ററായ ശ്രീമതി ഉഷ അന്തർജനത്തിന് ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചു കൊടുക്കുന്നു. ജയശങ്കര. നമസ്തേ. ജയശങ്കര. ജയശങ്കര. എല്ലാവർക്കും നമസ്തേ. ആദ്യമായിട്ട് അത് പറയുന്നതിന് മുമ്പ് ഇന്ന് പാരായണം ചെയ്തവരെ കുറിച്ച് പറയാതെ, ആ രണ്ട് ചേച്ചിമാരെയും കുറിച്ച് ഒന്നുകൂടെ ഒന്ന് പറയാതെ ഞാൻ ചിന്തനം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും ശരിക്ക് നമ്മുടെ സംഘടനയില് മെമ്പർഷിപ്പ് എടുത്ത് മെമ്പർ ആവണം. കാരണം ഇത് 31 ദിവസം ഈ രാമായണം നടക്കുന്നതാണ്. സുന്ദരകാന്ഡം പേര് പോലെ തന്നെ സുന്ദരമാണ്. പക്ഷേ ഈ ലളിത കോമള പദാവലികളാൽ ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ പോകുന്ന ഒരു സംഭവമാണ് ഈ സുന്ദരകാന്ഡം. ഏതോ തെറ്റുകളൊന്നും കൂടാതെ ഇങ്ങനെ ആ ഒരു ഒഴുക്കിൽ അങ്ങനെ ചൊല്ലുക എന്ന് പറഞ്ഞാല് വളരെ പ്രയാസമായി എല്ലാവരെയും കൊണ്ടും. അത് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് അത് ചൊല്ലി എന്നുള്ളത് വളരെ സന്തോഷം തരുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ സംഘടനയ്ക്കിലേക്ക് വരേണ്ടത്. കാരണം അറിയാവുന്നവർക്കും വയ്യാത്തവർക്കും ഒക്കെ തന്നെ, അറിയാവുന്നവർക്ക് അത് ഒന്നുകൂടെ കേൾക്കാം, അറിയാൻ വയ്യാത്തവർക്ക് ഒന്നുകൂടെ പഠിക്കാം. അതിനുള്ള ഒരു അവസരം കൂടെ നിങ്ങളെ പോലുള്ളവരുടെ സാന്നിധ്യം എല്ലാ ദിവസവും ഈ കുടുംബത്തിലെ തന്നെ അംഗങ്ങളാവണം നിങ്ങളും എന്നുള്ളത് ഒരു അപേക്ഷയാണ്. എല്ലാ ദിവസവും ഇതേ ലിങ്കിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ സമയത്ത് അവസരങ്ങൾ നിങ്ങൾക്ക് ഇനിയും വരും ഇതില് പാരായണം ചെയ്യാന്. തീർച്ചയായിട്ടും ഇനിയും ഉണ്ടല്ലോ ബാക്കിയുള്ള ദിവസങ്ങൾ. ഇന്ന് 20 ആയുള്ളൂ. അതിനുള്ള അവസരം എന്തായാലും നിങ്ങൾക്ക് ഇനിയും കിട്ടും. നിങ്ങള് ആ ഭക്തിസാന്ദ്രമായിട്ട് ഈ സായം സന്ധ്യയാക്കിയതില് വളരെ സന്തോഷം. ഇന്നത്തെ സുന്ദരകാന്ഡത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ സുന്ദരകാന്ഡത്തിലേക്ക് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ വായിച്ച ഈണവും താളവും മേളവും വാക് സുലഭതയും ഒന്നും അല്ല. ഒരു പ്രത്യേക സുന്ദരമായ കാണ്ഡമാണ്. ഇവിടത്തെ പ്രധാന കഥാപാത്രം ഹനുമാൻ സ്വാമി തന്നെയാണ്. ഇവിടെ പാർവതീദേവിയോട് ഭഗവാൻ മഹാദേവൻ കഥ പറയുന്നതായിട്ടാണ് ഒന്നാമത്തെ ഭാഗം നമ്മൾ തുടങ്ങി വെക്കുന്നത് തന്നെ. അത് കഴിഞ്ഞ് ലവണ ജലനിധി ശതക യോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി എന്നാണ് പിന്നെ തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. എല്ലാരും കൂടെ ഹനുമാൻ സ്വാമിക്ക് ഇത് പറ്റുമെന്ന് ജാമ്പവാൻ പ്രത്യേകിച്ചും എടുത്തു പറയുമ്പോഴത്തേക്ക് ഹനുമാൻ സ്വാമിക്ക് ആ ഒരു ആത്മബലം വരികയും എന്നെ കൊണ്ട് ഇത് പറ്റും എന്നുള്ള ധാരണയില് ഉറപ്പെടാൻ തുടങ്ങി. ലങ്കയിലേക്ക് പോകാം, സമുദ്രലംഘനം നടത്തി പോകാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതോടെയാണ് ഇന്നത്തെ ഭാഗം തുടങ്ങുന്നത്. അങ്ങനെ മാരുതി തയ്യാറാകുന്നു. ഈ കവിവീരരോട് എല്ലാവരും അവിടെ നിൽക്കുന്ന കവികളെല്ലാം തന്നെ വീരന്മാരാണ്. അവരോട് പറയുകയാണ് എനിക്കിത് പറ്റും. കാരണം എന്താണ്? നിങ്ങളൊക്കെ കണ്ടുകൊള്ളൂ, എനിക്കിത് പറ്റും. കാരണം 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്,
ജനന മരണ സാഗരത്തെ നമുക്ക് തരണം ചെയ്യാൻ രാമനാമ ജപത്താൽ കഴിയും. എങ്കിൽ പിന്നെ ആ വലിയ സാഗരത്തെ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു 100 യോജന വിസ്തൃതം മാത്രമായ ഈ സമുദ്രത്തെ തരണം ചെയ്യാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. പിന്നെ 3 കാരണങ്ങളാ. പിന്നെ ഭഗവാന്റെ ഭക്തർക്ക് അത് സാധിക്കുമെന്നുണ്ടെങ്കിൽ രാമകാര്യാർത്ഥമായിട്ട് ഞാൻ പോകുന്നത്, ഭഗവാന്റെ ദാസനായി പോകുന്ന എനിക്കത് തീർച്ചയായിട്ടും കഴിയും. ഇനിയുമോ 3ാമതായിട്ട് എൻ്റെ കയ്യിലാണ് ഭഗവാൻ നാമാങ്കിതമായ അങ്കുലീയം തന്നു വിട്ടിരിക്കുന്നത്. അതെന്റെ ശിരസിലുണ്ട്. ഇതുള്ളപ്പോ ഞാൻ എന്തിനാണ് ഭയക്കേണ്ടത്? ഈ ഒരൊക്കെയുള്ള കാരണങ്ങളാൽ എനിക്കിത് സാധിക്കും എന്ന് ഹനുമാൻ സ്വാമി പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ദശവദനപുരിയിലേക്ക് നിജ ഹൃദയവും ഉറപ്പിച്ച് ദക്ഷിണ ദിക്കിലേക്ക് നോക്കിക്കൊണ്ട് ചാടുകയാണ്. കൈകളുമേറ്റം ഉയർത്തി പരത്തി വാലുമൊക്കെ ഉയർത്തി. ആ ഭാവം ഇവിടെ നമുക്ക് നന്നായിട്ട് കണ്ണുകൊണ്ട് കാണാവുന്ന പോലെ ഇവിടെ വിവരിച്ചിട്ടുണ്ട് ഹനുമാൻ സ്വാമിയുടെ ആ ചാട്ടം. അങ്ങനെ പോകുന്ന വഴിക്കാണ് സുരസ വരുന്നത്. അതൊരു നാഗപത്നിയാണ്. ദേവന്മാർ പറയുകയാണ്, ഹനുമാൻ സ്വാമിക്ക് ഇത്രയും വീര്യബല വേഗങ്ങളൊക്കെ ഉണ്ടോ? 100 യോജന ഒറ്റയടിക്ക് അവിടെ ചെല്ലാൻ പറ്റുമോ? ഒന്ന് പോയി പരീക്ഷിച്ചിട്ട് വരൂ എന്ന് സുരസയോട്, നാഗപത്നിയായ സുരസയോട് പറഞ്ഞതനുസരിച്ച് ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് സുരസ എന്ന നാഗപത്നി വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നു, ദാഹവും വിശപ്പും എനിക്ക് സഹിക്കാൻ വയ്യ, ഇതുവഴി പോകുന്നവരെ പിടിച്ചു തിന്നാണ് ഞാൻ ഇതൊക്കെ തീർക്കാറുള്ളത്, അതുകൊണ്ട് നീ അവിടെ നിൽക്കെ, നിന്നെ ഞാൻ ഭക്ഷിക്കട്ടെ എന്ന്. അപ്പം ഹനുമാൻ സ്വാമി പറയുന്നു, ഇല്ല, ഞാൻ ഇക്കാര്യങ്ങളെല്ലാം പറയും, ഇന്നതാണ് കാര്യം. ഈ രാമകാര്യാർത്ഥം പോകുമ്പം പോയിട്ട് തിരിച്ച് ഈ വിവരവും ചെന്ന് ശ്രീരാമ കഥ ഞാൻ ഇപ്പം വിവരിക്കണ്ടായല്ലോ, ഇതുവരെയുള്ള കഥകൾ പറഞ്ഞിട്ട് രാമകാര്യാർത്ഥം ഞാൻ പോവുകയാണ്, അത് സാധിച്ചു വന്ന അതിന്റെ വിവരവും തിരിച്ചു ചെന്ന് ശ്രീരാമസ്വാമിയോട് പറഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വരാം, എന്നിട്ട് നീ എന്നെ ഭക്ഷിച്ചു എന്ന് പറയുന്നു. അപ്പൊ പറയുകയാണ്, ഇല്ല, എനിക്ക് അത്രയും ഒന്നും കാത്തിരിക്കാൻ പറ്റുകയില്ല, എനിക്കിത് ഇവിടെ കൂടെ പോകുന്നവരെ പിടിച്ചു തിന്ന് എന്റെ ജീവിതമാർഗം കഴിയാനാണ് എനിക്ക് ഈശ്വരൻ കൽപ്പിച്ചു തന്നിട്ടുള്ളത്, അതുകൊണ്ട് അതുവരെ ഒന്നും എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നീ പോയി തിരിച്ചു വന്ന് കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞാലൊന്നും അതൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പം അവര് ഇപ്പൊ തന്നെ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിവിപുലമുടലും ഒരു യോജനായാമമായി ആശുഗദന്തനൻ നിന്നതു കണ്ടപ്പോൾ ഇവരെ വാവിളർക്കുകയാണ്. 10 യോജന വാവിളർക്കുമ്പോ ഹനുമാൻ സ്വാമി 20 യോജന വളരും, 20 യോജന വാവിളർക്കുമ്പോൾ 30 യോജന ഹനുമാൻ സ്വാമി വളരും. അപ്പൊ സുരസ 40 യോജന, അങ്ങനെ 50 യോജനയായപ്പം ഹനുമാൻ സ്വാമി കൃശ ശരീരനായിട്ട് മാറി ആ സുരസയുടെ വായിൽ കൂടി കയറി തിരിച്ചിറങ്ങും. ഇത് കാണുമ്പോ സുരസയ്ക്ക് സന്തോഷം ഉണ്ടായിട്ട്, സന്തോഷമാണ് ശരിക്കും ഉണ്ടാകുന്നത്. ശക്തിമാനാണ്, വീര്യമുണ്ട്, വേഗമുണ്ട്, ബലമുണ്ട്, ഇതൊക്കെ ദേവന്മാര് പരീക്ഷണാർത്ഥം എന്നെ വിട്ടു, അതെല്ലാം സാധിച്ചെടുത്തു. അപ്പം ഹനുമാൻ സ്വാമി പറയുന്നു, സൃണു സുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം രണ്ടുപേർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി, ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് ഇങ്ങനെ വന്നതാണെന്നുള്ളത് സുരസ ഹനുമാൻ സ്വാമിയോട് പറയുന്നു. അനുഗ്രഹം വാങ്ങിക്കൊണ്ട് വരിക, തവ ജയമതി സുഖേന പോവുക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് സുരസ വിടുന്നു. അങ്ങനെ പോകുമ്പോഴാണ് സാഗരം, മൈനാകപർവ്വതം സാഗരത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അപ്പൊ ചെന്ന് മൈനാകപർവ്വതത്തോട് പറഞ്ഞു, രാമകാര്യാർത്ഥം ഇങ്ങനെ ഹനുമാൻ സ്വാമി പോകുന്നുണ്ട്, ചിലപ്പം ദാഹമോ ക്ഷീണമോ വിശപ്പോ ഒക്കെ ഉണ്ടായേക്കാം, അതുകൊണ്ട് മൈനാകപർവ്വതം നീ ഒന്ന് ഉയർന്നു ചെന്ന് ഹനുമാൻ സ്വാമിക്ക് ഇരിക്കാനൊരു, ഭഗവാൻ തന്നെ ഇരിക്കാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയും. പക്വഫലങ്ങളൊക്കെ ഭക്ഷിച്ച് ആ അമൃത സമാനമായ ജലവും ഒക്കെ കുടിച്ച് ദാഹവും ക്ഷീണവും തീർത്ത് പൊക്കോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ സാഗരം പറഞ്ഞതനുസരിച്ച് മൈനാകപർവ്വതം കടലിൽ നിന്ന് ഉയർന്നു വരികയും, എന്നാൽ ഹനുമാൻ സ്വാമി അവൻ ആ കാര്യം പറയുമ്പോൾ തൊട്ടു തലോടിക്കൊണ്ട്
ഞാൻ രാമകാര്യാർത്ഥം പോകുന്നവനെ ക്ഷീണവും വിശപ്പും ദാഹവും തീർത്ത് ഇവിടൊക്കെ വിശ്രമിക്കാനുള്ള സമയമല്ലിത്. അതുകൊണ്ട് പോയിട്ട് ഞാൻ തിരിച്ചു വരട്ടെ, ഇതിനൊക്കെ പിന്നെ സമയമുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് സകര നരപതി തനയർ എന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും. അതുകൊണ്ട് ആ ഹനുമാൻ സ്വാമി പറയുകയാണ്, സമയമില്ല, പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് തലോടിക്കൊണ്ട് പോകുന്നു. പെരുവഴിയിൽ അശന ശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നും ഭവിക്കയെന്നുള്ളതും അനുചിതമറിയ എന്നാണ് പറയുന്നത്. അത് അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യമാണ്. നമ്മളൊരു ഏതെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ നമ്മൾ ഈ സത്സംഗത്തിന് വൈകിട്ട് 6:50 7 മണിക്ക് കയറാമെന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പം പല കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ വന്നേക്കാം. ചിലപ്പോൾ സുഹൃത്തുക്കൾ വരാം, അതല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യം വരാം, അതല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും പ്രശ്നങ്ങളും വീട്ടിലുണ്ടായേക്കാം. അപ്പൊ നമ്മള് പ്രധാന കാര്യം എന്താണ്? സത്സംഗത്തിൽ ഏർപ്പെടുക. അപ്പൊ ആ സത്സംഗത്തിന് വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യം. അപ്പൊ പ്രധാന കാര്യത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ചെയ്യണം. അതിനൊരു തടസ്സവും ഭഗവാന്റെ കാര്യത്തിന് വരുന്ന കാര്യങ്ങൾക്ക് നമ്മൾ തടസ്സം പറഞ്ഞ്, അങ്ങനെയാണല്ലോ നമ്മൾ ചിലപ്പോൾ ഇന്ന് നാമം ജപിക്കാൻ സമയമില്ല, കുറെ ജോലികളുണ്ട്, ഇനി നാളെ ആട്ടെ എന്ന് വെക്കും. അത് മാത്രമേ നമ്മൾ മാറ്റി വെക്കാറുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് നടത്തും. എന്ന് പറഞ്ഞ പോലെ രാമകാര്യാർത്ഥമായിട്ടുള്ള രാമന്റെ കാര്യത്തിന് വേണ്ടി പോകുന്ന ഞാൻ അത് മാറ്റം ഇല്ല, അതൊന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുമ്പോ വീണ്ടും അങ്ങോട്ട് പോകുമ്പോ അതിവിപുലതര ഭയകരാഗിയെ കണ്ടളവ അംഘ്രിപാതേന കൊന്നീടിനാൻ തൽക്ഷണേ. ആരാണത്? നിഴലതു പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന നീചയാം സിംഹിയെ കൊന്നോരനന്തരം. നിഴല് മുകളിൽ കൂടി പോകുന്നവരുടെ നിഴലിനെ പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന സിംഹിയെ എന്ന രാക്ഷസി ഹനുമാൻ സ്വാമിയെ നിഴല് വെച്ച് പിടിച്ചു. അപ്പൊ ഇത് താഴേക്ക് നോക്കുമ്പോ ഈ രാക്ഷസിയെ കണ്ടിട്ട് എന്താണ് ചെയ്യുന്നത്? അവളെ അംഘ്രിപാതേന തന്റെ കാലുകൊണ്ട് ചവിട്ടിക്കൊല്ലുകയാണ്. ഒരു ചവിട്ട് കൊടുത്തിട്ട് ആ സിംഹിയെ കൊന്നു. അത് കഴിഞ്ഞ് ദശവദനപുരിയിലേക്ക് പോവുകയാണ്. അപ്പോഴ് എത്തുമ്പോഴേ ഏതാണ് സമയം? ചരമഗിരി ശിരസിരവിയും പ്രവേശിച്ചിതു ചാരുലങ്കാപുരാഗ്രേ കപീന്ദ്രനും. രണ്ടുപേരും ഒരു സമയത്താണ് ചെല്ലുന്നത്. സൂര്യദേവൻ അസ്തമിക്കുന്നു, ഹനുമാൻ സ്വാമി ലങ്കയിൽ എത്തുന്നു. ആ സമയത്ത് കാരണം വിശ്വകർമാവിനാൽ നിർമ്മിതമായ കുബേരന്റെ പുരമായിരുന്നു ലങ്കാപുരി. നമുക്കറിയാം ആ കഥയൊക്കെ. ഇദ്ദേഹം രാവണൻ തട്ടിയെടുത്തതാണ് കുബേരനെ അവിടുന്ന് ചാടിച്ചിട്ട്, സഹോദരനായ കുബേരനെ. അപ്പൊ വൈശ്രവണന്റെ മക്കളാണ് രണ്ടുപേരും. അങ്ങനെ ആ മണി കനകമയം അമരപുരി സാദൃശ്യം, അമരപുരിക്ക് സദൃശമായ ആ ലങ്കാപുരിയെ, ത്രികൂടാചലത്തിലുള്ള ആ ലങ്കാപുരിയെ മാരുതി കാണുകയാണ്. അതിനെക്കുറിച്ച് ലങ്കാപുരിയെ കുറിച്ചുള്ള വർണ്ണനയാണ് പിന്നെ. അങ്ങനെ ചെല്ലുമ്പോ ഉടൽ കടുകിനോട് സമം ചെറുതാക്കിക്കൊണ്ട് ഇടത്തുകാൽ മുമ്പിൽ വെച്ച് ഉള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ. ഹനുമാൻ സ്വാമി തന്റെ ശരീരത്തെ കടുകുമണി പോലെ ചെറുതാക്കി. ഇവിടെ അഷ്ടാംഗ യോഗ സിദ്ധിയാണ്. വലുതാക്കാനും ചെറുതാക്കാനും, ഭാരമുള്ളതാക്കാനും ഭാരമില്ലാത്തതാക്കാനും, വീര്യമുള്ളതാക്കാനും വീര്യമില്ലാത്തതാക്കാനും ഒക്കെയുള്ള കഴിവുകൾ അഷ്ടാംഗ യോഗ സിദ്ധിയിലൂടെ പണ്ട് ഋഷീശ്വരന്മാർക്കും ഇതുപോലെ ഹനുമാൻ സ്വാമിയെ പോലെയുള്ളവർക്കുമൊക്കെ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. വായു വേഗത്തിൽ സഞ്ചരിക്കാനും വായുവിൽ കൂടി സഞ്ചരിക്കാനും ഒക്കെയുള്ള ശേഷി. ഇതൊക്കെ ആ യോഗസിദ്ധി കൊണ്ട്. നമുക്കിപ്പോ പ്രാണായാമം തന്നെ വളരെ പ്രയാസമാണ് ചെയ്യാൻ. അതുപോലെ നമുക്ക് യമനിയമാദികൾ അനുഷ്ഠിക്കാൻ തന്നെ പ്രയാസം. അപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ അവരെ സാധിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഇടതുകാല് വെച്ച് കടുകുമണി രൂപത്തിൽ ആ ലങ്കയിലേക്ക് ചവിട്ടുന്ന നേരത്ത് രണ്ടുപേർക്ക് വാമഭാഗം ഇടതുഭാഗം തുടിച്ചു. ആർക്കൊക്കെയാണ്? ഒന്ന് രാവണന്, ഒന്ന് സീതാദേവിക്ക്. സ്ത്രീകളുടെ ഇടതുഭാഗം തുടിക്കുന്നതും പുരുഷന്റെ വലതുഭാഗം തുടിക്കുന്നതും നല്ലതാണ്. ഇവിടെ തുടിച്ചത് രാവണന്റെ ഇടതുഭാഗമാണ്. അപ്പൊ രാവണന് ദോഷവും സീതാദേവിക്ക് ഐശ്വര്യവും വരാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് കാലങ്ങോട്ട് എടുത്തു വെക്കുകയും കഠിനതരമലറിയൊരു രജനിചരി വേഷമായി കാണായിദാശു ലങ്കാശ്രീ. ലങ്കാലക്ഷ്മി അപ്പോഴവിടെ വരികയാണ്.
ഇവിടെ വരുവതിന് എന്തു പറക മൂലം. ആരൊക്കെയാണ് ഇവിടെ വരാത്തത്? അസുര സുര നര പശു മൃഗാദി ജന്തുക്കൾ ഒരൊറ്റ ഒരാളും ഈ ലങ്കാപുരിയിലേക്ക് കയറുന്നതിന് മുമ്പ് എന്റെ അനുവാദമില്ലാതെ കയറാറില്ല. അങ്ങനെയുള്ളിടത്ത് നീ എന്തിനാണ് ഇങ്ങനെ കയറിയതെന്ന് പറഞ്ഞ് താടിക്കുകയാണ് ഹനുമാനെ. ഒരടി കിട്ടിയപ്പോ കവീന്ദ്രൻ എന്ത് ചെയ്തു? വാമമുഷ്ടി കൊണ്ട് ഇടത്ത് കൈ കൊണ്ട് ഒറ്റ പ്രഹാരം കൊടുക്കുകയാണ്. അപ്പോഴ് ലങ്കാലക്ഷ്മിയുടെ വായിൽ നിന്ന് ചോരയൊക്കെ ചാടി. അപ്പോഴവള് പറയുന്നു, ഇത് വിധിവിഹിതമാണ്. എന്നോട് പണ്ടേ ബ്രഹ്മാവ് പറഞ്ഞിരുന്നു. ഇങ്ങനെ ആരെ? സനാതനായ മാധവൻ, സാക്ഷാൽ വിഷ്ണു മഹാമൂർത്തി നാരായണൻ ഭൂമിയിൽ അവതരിക്കും. അപ്പോൾ ദശരഥപുത്രനായി വരുമ്പോഴും ത്രേതായുഗത്തിൽ ധർമ്മദേവ രക്ഷാർത്ഥമായിട്ട് വരും. അപ്പം ജനക നൃപ വരന് മകളായി ആ മായാദേവിയും പിറക്കും. അപ്പൊ അങ്ങനെ അച്ഛന്റെ വാക്കിനെ സത്യമാക്കുന്നതിന് വേണ്ടി കാനനവാസത്തിന് തപസ്സിനായി പോരുന്ന സമയത്ത് ദശവദനൻ അവനി മകളെ മോഷ്ടിച്ചു കൊണ്ടുപോകും. ആ സമയത്ത് അന്വേഷണാർത്ഥം ഒരു രാഘവനും അനുജനും വരുന്ന സമയത്ത് സുഗ്രീവനുമായി സഖ്യമാകും. അപ്പോൾ ഈ സീതാദേവിയെ അന്വേഷിച്ച് ഒരു കപിവരൻ ഇവിടെ വരും. അവന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു കഴിയുമ്പോ നീ രാമദൂതനെ ദേവി എവിടെയാണെന്നുള്ള അനുജ്ഞ നൽകിക്കൊണ്ട് ഈ ലങ്കയെ വിട്ട് ലക്ഷ്മി കൊള്ളണം. അതായത് ലക്ഷ്മി ആ രാവണന്റെ ലങ്കയിൽ നിന്ന് അപ്പൊ തന്നെ പോവുകയാണ്. ലക്ഷ്മി ഇല്ലെങ്കിൽ ഐശ്വര്യമില്ല, എല്ലാം തരികിട എന്ന് പറഞ്ഞു. ഇന്നിപ്പൊ എനിക്ക് കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. നീ എന്നിട്ട് പറഞ്ഞു ദേവി എവിടെയാണെന്നുള്ളത്. എവിടെയാണ്? ത്രിദശ കുലരിവു ദശമുഖാന്തപുരവരെ ദിവ്യലീലാവനേ പാദപസങ്കുലേ നവകുസുമഫല സഹിത വിടവിയുത ശിംശവാനാമവൃക്ഷത്തിൻ ചുവട്ടിൽ അതിശുചാ നിശിചരികൾ നടുവിൽ അഴലൊടുമരുവിടുന്നെടോ നിർമ്മലാഗാത്രിയാം ജാനകീ സന്തതം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ആ ലങ്കാലക്ഷ്മി ലങ്കയെ വിട്ട് പോവുകയാണ്. അടുത്ത ഭാഗം. ഈ സമയത്ത് ഹനുമാൻ സ്വാമി അങ്ങനെ സീതാദേവിയെ തെരഞ്ഞ് ഇപ്പൊ ലങ്കാലക്ഷ്മിയുടെ അനുവാദമൊന്നും ഇനിയും വേണ്ട, ലങ്കയിലേക്ക് പ്രവേശിച്ചു. അവിടെ പോയി പല സ്ഥലങ്ങളിലും ഈ സീതാദേവിയെ അന്വേഷിച്ച് നടക്കുകയാണ്. അതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഇങ്ങനെ ലങ്കയിലെല്ലാം തിരഞ്ഞ് ദശവദന മണി നിലയമായിരിക്കും മമ ദേവി ഇരിപ്പേട. എവിടൊക്കെയാണോ നോക്കുന്നതെന്ന് അറിയത്തില്ല. എല്ലാ കൊട്ടാരങ്ങളിലും അന്തഃപുരങ്ങളിലും സർവ്വ സ്ഥലങ്ങളിലും ഒരുപാട് കൊട്ടാരങ്ങളുണ്ടല്ലോ. അവിടെ എല്ലാം തിരഞ്ഞു നടക്കുമ്പോ പെട്ടെന്ന് ഓർക്കുന്നു, ലങ്കാലക്ഷ്മി പറഞ്ഞത് എവിടെയാണ്? രാവണന്റെ അന്തഃപുരത്തിനടുത്തുള്ള ദിവ്യ ഉപവനത്തിൽ ശിംശവാവൃക്ഷ ചുവട്ടിലാണ് ദേവി ഇരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ആ ഉദ്യാന ദേശത്ത് നിന്നും ഒരു സുഗന്ധ വായു അവിടേക്ക് പ്രവേശിക്കുകയും, അതായത് വായുദേവൻ തന്റെ പിതാവായ വായു ഭഗവാൻ തന്നെ അവിടെ എത്തി ആ സുഗന്ധം കൊണ്ട് ആ ഹനുമാൻ സ്വാമിയെ ആ ഉദ്യാനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവിടെ ചെന്നപ്പോഴോ മലിനതരചികര വസനം പൂണ്ടു ദീനയായി മൈഥിലി താൻ ഗൃശാഗാത്രിയായത്രയും. അങ്ങനെയുള്ള സീതാദേവിയെ ശിംശപാവൃക്ഷ ചുവട്ടിൽ ഇരിക്കുന്നത്, മരത്തിന് മുകളിൽ ഇരിക്കുന്നതായ ഹനുമാൻ സ്വാമി കാണുന്നു. അപ്പം മറഞ്ഞിരുന്നു കൊണ്ട് ആ സീതാദേവിയെ കാണുകയാണ് കപിവരൻ. ആ സമയത്ത് പറയുന്നുണ്ട്, ഇത്രയും എത്തിച്ചേർന്നല്ലോ, ഇനിയിപ്പം രഘുകുലാധിപൻ എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് സാധിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇനി നമ്മള് രാവണന്റെ അടുത്തേക്കാണ് പോകുന്നത്. രാവണന്റെ അന്തഃപുരത്തിൽ ഇരുന്ന് രാവണൻ വിചാരിക്കുകയാണ്, ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടല്ലോ, ആത്മഗതമാണ്, ഒരു സ്വപ്നം കണ്ടല്ലോ. എന്താണ്? ഈ കഥകളെല്ലാം ഓർത്തിട്ട് ഭഗവാൻ നാരായണൻ ദശരഥപുത്രനായി ജനിച്ചതുൾപ്പെടെയുള്ള സർവ്വ കഥകളും സ്വപ്നമായി കണ്ട കാര്യം ഓർത്തിട്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ കാലമെടുക്കാറായി എന്നാണോ ആ നാരായണൻ വന്ന് എനിക്ക് മോക്ഷത്തെ തരുന്നത്? എത്രയും പെട്ടെന്നൊന്ന് വന്നായിരുന്നെങ്കിൽ ഭഗവാന്റെ ആ ദിവ്യ സ്വരൂപം എനിക്ക് കാണാമല്ലോ, ഭഗവാന്റെ കൈ കൊണ്ട് എനിക്ക് മരിക്കാമല്ലോ
എന്നൊക്കെ വിചാരിച്ച് ഇനി അത് ഇപ്പം അതിന്റെ കൂടെ ഒരു സ്വപ്നം കാണുകയും ചെയ്തിരുന്നല്ലോ, ഇങ്ങനെ ഒരു കവിവീരൻ ഇവിടെ വരുമെന്നും അവൻ കൃശഗാത്രനായി മരത്തിന് മുകളിൽ ഇരിക്കുമെന്നും സീതാദേവിക്ക് അടയാളവും കൊടുത്തിട്ട് പോവാനാണ് അവൻ ദൂതനായിട്ട് വന്നിരിക്കുന്നതെന്നും ഒക്കെ സ്വപ്നത്തിൽ കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആ കവിവരൻ മരത്തിന് മുകളിൽ കാണും. അപ്പൊ അവനെ കൂടെ ഒന്ന് കേൾപ്പിച്ചു കഴിഞ്ഞാല് ഞാൻ ഈ സീതാദേവിയോട് പറയുന്നതൊക്കെ ഇവനെ കേട്ടിട്ട് ദൂതനാണല്ലോ തിരിച്ച് എന്ന് ഇതും കൂടെ ശ്രീരാമനോട് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്രീരാമൻ പടയോടുകൂടി വന്ന് എനിക്ക് മോക്ഷത്തെ നൽകുമല്ലോ എന്നാണ് രാവണൻ ചിന്തിക്കുന്നത്. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് അഴകിയ രാവണനായി ശൃംഗാര വേഷത്തോടുകൂടി രാവണൻ സീതാദേവിയെ കാണാനായിട്ട് വരികയാണ്. വരുമ്പോഴോ രാവണന്റെ പുറപ്പാട്. ശൃണു സുമുഖി തവ ചരണനളിനദാസോസ്മ്യഹം ശോഭനശീലേ പ്രസീദ പ്രസീദമേ എന്ന് പറഞ്ഞുകൊണ്ടാ തുടങ്ങുന്നത് തന്നെ. സുന്ദരിയായ സുമുഖിയായ സീതാദേവി, ഞാൻ നിന്റെ പാദദാസനാണ്, എന്നെ ഒന്ന് നോക്കിയാലും കുതുകമോടും ഒന്ന് നോക്കിയിടുമാം എന്നാണ് പറയുന്നത്. പിന്നെ ദശരഥ അവനെ ഇനി രാമനെ കുറിച്ച് നല്ലത് പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ അന്തർഗതമായിട്ടുള്ള കാര്യം നമ്മൾ എടുത്താല് ശ്രീരാമ ഭക്തനാണ്, മഹാദേവ ഭക്തനും ഒക്കെയാണ് ഈ രാവണൻ. ശരിക്കും നമ്മൾ കാണുന്ന ദുഷ്ടനായ രാവണന്റെ വേറൊരു ഭാഗമാണ്. കാരണം ഇവര് ജയവിജയന്മാരായിരുന്നല്ലോ. അപ്പം പിന്നെ തിരിച്ച് ഭഗവാന്റെ സന്നിധിയിലേക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം കാത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് ആദ്യം മുതൽ കാണാം. മാരീചന്റെ അടുത്ത് പോകുന്നതിന് മുമ്പേ ഒക്കെ രാവണൻ പറയുന്നുണ്ട് ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ പറ്റുമല്ലോ, എത്രയും പെട്ടെന്ന് സീതയെ എന്നാ മോഷ്ടിച്ചുകൊണ്ട് വരാം എന്നൊക്കെ പറയുന്നത് നമ്മൾ അന്നേരം ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് രാമനെ കുറിച്ച് ഒറ്റയടിക്ക് നമ്മൾ കേൾക്കുമ്പോ ദുഷിച്ചു പറയുവാണെന്ന് തോന്നും. പക്ഷേ രാമനെ കുറിച്ച് ദുഷിച്ചല്ല പറയുന്നതിന് അന്തരാർത്ഥം എടുത്താൽ നമുക്ക് മനസ്സിലാകും. പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴടോ. ഭഗവാനെ ദർശിക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. ഒരു സത്സംഗത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് പോലും എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. പലയ സമയം അഖില ദിശി നന്നായി തിരകിലും ഭാഗ്യവതാമവി കണ്ടു കിട്ടാപരം. ഭഗവാനെ കിട്ടാൻ അത്രമേൽ ഭക്തി ശ്രദ്ധ ഒക്കെ ഉള്ളവർക്കേ കിട്ടുകയുള്ളൂ. അങ്ങനെ നമുക്ക് എടുക്കാം. ശരിക്കും രാവണൻ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. പക്ഷെ പറയുമ്പോ ഇങ്ങനെ പറയുന്നു. അതുപോലെ ഒരു പൊഴുതും അവന് പുനരൊന്നിലും ആശയില്ല. എന്തിനാണ് ഭഗവാൻ സർവവ്യാപിയായ സർവേശ്വരനായ ഭഗവാൻ ഇനി എന്താണ് ആശിക്കാനുള്ളത്? ഒരിക്കലും അവന് ഒരിടത്തും വസിക്കുകയില്ല. അങ്ങനെ ഒരിടത്ത് വസിക്കാനുള്ള എല്ലാത്തിലും സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ഇനി എവിടെ വസിക്കാനാണ്? അതുപോലെ താല്പര്യം നിന്നിലില്ലവനേതുമേ. നിന്നോട് ഇഷ്ടപ്പെടുമ്പോൾ അവന് താല്പര്യമില്ല, നിർഗുണനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭഗവാന്റെ സർവഗുണങ്ങളും നിറഞ്ഞവനും നിർഗുണനുമാണ് ഭഗവാൻ. ശരണം അവന് ഒരിക്കലും ഇല്ലിനി ശക്തി വിഹീനൻ വരികയുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മതരഹിതൻ, ഇങ്ങനെ പല പല മാനഹീനൻ, പണ്ഡിതമാനവൻ എന്നൊക്കെ പറഞ്ഞ് നിഷ്കിഞ്ചന പ്രിയൻ, ഭേദഹീനാത്മകൻ. അവന് ആരുമായിട്ട് ഒരു ഭേദമില്ല, എല്ലാവരെയും തത്വമസി ഭാവത്തിൽ കാണുന്നവനാണ് ഭഗവാൻ. ശോഭജൻ പട്ടിയെ വേവിച്ച് കഴിക്കുന്നവൻ, അവൻ ഈ സുരനും എല്ലാം അവൻ ഒരുപോലെയാണ്. ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ. കാരണം എല്ലാത്തിലും ആ പരമാത്മ ചൈതന്യം തന്നെയാണ് കുടികൊള്ളുന്നതെന്ന ആ ഭാവത്തെ അറിഞ്ഞതായ ഭഗവാനാണ്. ഭവതിയെയും ഒരു ശബരതരുണിയെയും ആത്മനാ പാർത്തു കണ്ടാൽ അവനില്ല ഭേദം. ഇവിടെ ഭവതിയെയും സീതാദേവിയെയും ആ ശബരി എന്ന് പറയുന്നതായ ആ ആദിവാസി സ്ത്രീയെയും ആത്മനാ കണ്ടാൽ എന്നാണ് പറയുന്നത്. ചിലരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ചിലരൊക്കെ പറയുന്നത് ഇവരെ തമ്മിൽ വ്യത്യാസമില്ല ഭഗവാൻ എന്നാ പറയുന്നത്. അങ്ങനല്ല, ആത്മനാ പാർത്ത്, ആത്മാവ് എല്ലാത്തിലും സകല ജീവജാലങ്ങളിലും കുടികൊള്ളുന്നതായ പരമാത്മ ചൈതന്യം ഒന്ന് തന്നെ എന്നറിയുന്നവനായ ആ ഭഗവാന് ഭവതിയെയും ശബരീതരുണിയെയും രണ്ടും ആത്മാവായിട്ട് മാത്രമാണ് കാണുന്നത് എന്നാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. കാരണം പണ്ഡിത ശ്രേഷ്ഠനാണ്,
രാവണൻ എന്നൊക്കെ പറയുകയാണ്. എന്തിന് കരഗതമൊരമലമണി വരമുടനുപേക്ഷിച്ചു കാജത്തെ എന്തു കാക്ഷിക്കുന്നതോമലേ എന്നുവാണ്. കരഗതമായ ഈ മണിയെ, ഏറ്റവും രത്നത്തെ ഉപേക്ഷിച്ചിട്ട് കാജത്തെ എന്തിനാണ് നീ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് നീ എന്റെ കാന്തയായി വരിക. വന്നു കഴിഞ്ഞാലോ കളമൊഴികൾ പലരുമിക വിടുപണികൾ ചെയ്യുമക്കാലനും പേടിയുണ്ടെന്നെ മനോഹരെ. അത്രയ്ക്ക് ശൂരവീര പരാക്രമിയാണ് ഞാൻ. പുരുഷഗുണമെല്ലാം തികഞ്ഞവനാണ് ഞാൻ. പൂജ്യനാണ്, പുണ്യനാണ്. പിന്നെ നീ എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ സൗജന്യ സൗഭാഗ്യസാര സർവസ്വമേ, ഞാൻ നിനക്ക് വശഗതനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തെ സർവ്വതും നിനക്ക് അധീനയാണ്, അതുകൊണ്ട് നീ എനിക്ക് വശഗതനാകുക എന്ന് പറയുന്നു. ഇതൊക്കെ രാവണൻ പറയുന്നത് നമ്മൾ ആത്മകഥത്തിൽ കണ്ടു. അവിടെ ഇരിക്കുന്ന കുരങ്ങൻ കേട്ടോട്ടെ, വാനരൻ കേട്ടോട്ടെ, അവൻ ചെന്ന് രാമനോട് പറയട്ടെ എന്നുള്ള ചിന്താഗതിയിലാണ്. അപ്പം ഇത് കേൾക്കുന്ന സീതാദേവി രാവണന്റെ വരവ് കണ്ടപ്പോഴേ 2 കാലുകൾക്കിടയിലായിട്ട് തന്റെ മുഖത്തെ മറച്ചാണ് ഇരിക്കുന്നത്. ഈ രാവണനെ കാണുക പോലും വേണ്ട എന്നുള്ള ഭാവത്തില് അവിടെ സീതാദേവി ഒരു പുല്ല് പറിച്ച് താഴേക്കിട്ടിട്ട്, ഇത്രയേ ഉള്ളൂ ഞാൻ നിനക്ക് വില കൽപ്പിച്ചിരിക്കുന്നത്, ഒരു തൃണമരത്തിന്റെ വില പോലും ഞാൻ കൽപ്പിച്ചിട്ടില്ല എന്ന ഭാവത്തിൽ. എന്നിട്ട് സീതാദേവി, ഇത് മായാസീതയാണ്, സീതാദേവി അല്ല ഈ പറയുന്നത്. നമുക്കറിയാം അഗ്നിയിൽ പഞ്ചവടിയിലെ അഗ്നിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് രാമനിർദ്ദേശം അനുസരിച്ച് സീതാദേവി. ഇപ്പൊ ഈ പറയുന്നത് മായാസീത പറയുകയാണ്. ഇങ്ങനെ ദശരഥപുത്രൻ ആരാണ്, ആര്യദേവന്റെ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞിട്ട് നീ ഇങ്ങനെയൊക്കെ സന്യാസി വേഷം കെട്ടി നേരെ പൊരുതാതെ ഇങ്ങനെയൊക്കെ കട്ടോണ്ട് വന്നതല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജലനിധിയെയൊക്കെ തരണം ചെയ്ത് രഘുകുലാധിപൻ സൈന്യത്തോടു കൂടി വന്ന് എന്നെ രക്ഷിക്കും, ഇന്നെ ലങ്കയും ഭസ്മമാക്കും, അന്ന് നിനക്കും എന്താണ് ഘാതാവ് അപേക്ഷിച്ചത് കാരണം ഇങ്ങനെ ഭൂമിയിൽ വന്ന് പിറന്നതാണ്. നമുക്കറിയാവുന്ന കഥയായതുകൊണ്ട് ഞാൻ അധിക നേരം അത് പറയുന്നില്ല. അപ്പൊ ആ കഥകളൊക്കെ ഞാനും ജനകനൃപവരെയായിട്ട് ലക്ഷ്മി ദേവി അവതരിച്ചതാണെന്നും ഒക്കെയുള്ള കഥകളൊക്കെ പറഞ്ഞ് അത് കേൾക്കുമ്പോ, ഇതെല്ലാം കേൾക്കുമ്പോ രാവണൻ അതീവ കോപാകുലനായിക്കൊണ്ട് ഈ പരുഷവചനങ്ങൾ കേട്ട് ക്രുദ്ധന് കരാളം എടുക്കുകയാണ്. കരത്തിലേക്ക് ആ കരവാളം ചന്ദ്രഹാസം എന്ന വാളെടുത്ത് ഈ ഭൂമി ദേവിയെ വെട്ടിക്കൊല്ലാം എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് മയതനൂജയായ മയന്റെ പുത്രിയായ മണ്ഡോദരി രാവണ ഭാര്യ വന്നിട്ട്, മൂഢപ്രഭോ, ഈ ആരോരുമില്ലാതെ വന്നിരിക്കുന്ന ഈ ഏകയായി ദീനയായി ഭർത്തൃവിരഹം സഹിച്ച് ദുഃഖിച്ച് കൃശാംഗിയായി ഇങ്ങനെ ഇരുന്ന് പാതിവൃത്യം ആരംഭിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ സ്ത്രീയെ എപ്പോഴും പകലും ഇരവും ഈ രാക്ഷസ സ്ത്രീകളുടെ പരുഷവചനങ്ങളും കേട്ടിരിക്കുന്ന ഇവളെ നീ കൂടുതൽ ഇനി എന്ത് ദുഃഖിപ്പിക്കാനാണ്? നീ അധർമ്മമാണ് ചെയ്യുന്നത്, സ്ത്രീഹത്യ ചെയ്യുന്നത് പാപമാണ്. നിനക്ക് അസുരരെ, ധനുജരെ, ദിതി, ഭുജഗങ്ങള്, അപ്സരകള്, ഗന്ധർവന്മാരെ, ഇവരുടെയൊക്കെ സുന്ദരീ വർഗം എല്ലാം നിനക്ക് വശഗതമല്ലേ, പിന്നെ നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ നാണം കെട്ട് ആ രാവണൻ തിരിച്ച് പോകുകയാണ്. പോകുന്നതിന് മുമ്പേ രാക്ഷസ സ്ത്രീകളോട് ഒന്നുകൂടെ പറയുന്നുണ്ട്, ഭയപ്പെടുത്തിയോ അനുസരണ വാക്കുകൾ പറഞ്ഞോ എങ്ങനെങ്കിലും ഇവളെ എനിക്ക് വശഗതയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോഴ് ഈ പരുഷതര വചനങ്ങളൊക്കെ കേട്ടുകൊണ്ട് ആത്മാവ് ഭേദിച്ചിരുന്നത് സീതയും. ആ സമയത്ത് ത്രിജട, വിഭീഷണന്റെ പത്നിയായ ത്രിജട പറയുകയാണ്, രാക്ഷസി പറയുകയാണ്, നിശാചര സ്ത്രീകളെ ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ, അല്ലെങ്കിൽ എന്താണ്, ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടിരുന്നു, ആ സ്വപ്നം എന്താണെന്ന് പറയുകയാണ്. ആ രാമതത്വത്തെ, രാമസീതാ തത്വത്തെ, രാമകഥയെ ഇതുവരെയുള്ള ഭാഗം ഒക്കെ പറഞ്ഞിട്ട് പറയുന്നു, ഈ ദശരഥതനയനായ രാമൻ ഇവിടെ വന്ന് ലങ്കാപുരിയെ നശിപ്പിച്ചിട്ട് അയോധ്യാപുരിയിലേക്ക് ഈ സീതാദേവിയെയും കൊണ്ടുപോകും.
ദശമുഖനപ്പോഴോ നഗ്നരൂപിയായി ഗോമയമായ മഹാഹൃദം തന്നിലെ തിരരസവുമുടൽ മുഴുവനലെ അനിഞ്ഞോടണഞ്ഞുടൻ ധൃത്വാ നളതമാല്യം നിജമൂർധനി നിജ സഹജ സജീവ സുത സൈന്യസമേതനായി നിർമ്മഗ്നമായി കൊണ്ടു വിസ്മയം തേടി ഞാൻ. ഇങ്ങനെ എന്നിട്ട് വിഭീഷൺ ഭഗവത് ഭക്തനായി മാറും, രാമപാദാബ്ജം സേവിച്ച് ഇരിക്കും. ഇതൊക്കെ ഞാനിപ്പോ കണ്ട സ്വപ്നമാണ്. അതുകൊണ്ട് ഇത് വെറുമൊരു മറ്റുള്ള സ്ത്രീകളെ പോലെയല്ല, ദേവിയാണ്. ഇവളെ നമ്മള് ഒരു തരത്തിലും ഉപദ്രവിക്കാൻ പാടില്ല, കാത്തുകൊള്ളണം ഇവളെ എന്ന് ത്രിജട പറയുന്നു. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തത്. എല്ലാവർക്കും നമസ്തേ. നമ്മുടെ പാരായണം ചെയ്ത ഭാഗം നമ്മൾ ഒന്ന് ചെയ്തു. അടുത്തതായിട്ട് ഇനി നമുക്ക് പ്രശ്നോത്തരിയാണ്. പ്രശ്നോത്തരിയിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും തയ്യാറാണല്ലോ? അതെ. വളരെ സന്തോഷം. എല്ലാവരും അവരവരുടെ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഉത്തരം പറയുന്നത് ഞങ്ങൾക്ക് ഒരു തെളിവുണ്ടാവും. അല്ലാതെ ആര് പറയുന്നത് വീഡിയോ ഓൺ ചെയ്യാതെ പറയുമ്പോൾ ആരാ പറഞ്ഞതെന്ന് തന്നെ മനസ്സിലാകുകയില്ല. ശബ്ദം കൊണ്ട് ചിലപ്പം മനസ്സിലായി. ജയശങ്കര. ഹനുമാന് സമുദ്രലംഘനം നടത്താൻ കഴിയുമെന്ന് ഹനുമാന് തന്നെ ബോധ്യം വന്നു. അതെന്തുകൊണ്ടാണ്? എന്തൊക്കെയാണ് ഹനുമാൻ പറയുന്ന കാരണങ്ങൾ? 3 കാരണങ്ങൾ പറയുന്നു. ജന്മനാ കിം പുനസ്യ. അതെ. മമ ഹൃദി സപതി രഘുപതി അനാരതം തസ്യാങ്കുലീയം ശിരസിമേ. ഈ 3 കാര്യം ഭക്തിക്ക് സാധിക്കും. ഭഗവാന്റെ ഭക്തനായ ഏത് കാര്യവും സാധിക്കാൻ പറ്റും ഭഗവത് ഭക്തനായതുകൊണ്ട്. ശരിയാണ്. ഒന്ന്, രാമാങ്കിതമായ അങ്കുലീയം എന്റെ ശിരസിലുണ്ട്. 2, രാമനാമ ജപത്താൽ സംസാര സാഗരത്തെ വരെ എല്ലാവരും തരണം ചെയ്യുന്നു. 3, ദാസനായിട്ട് പോകുന്ന എനിക്ക് എന്തായാലും രാമഭക്തനായി എനിക്കത് പറ്റും. മാർഗ തടസ്സം വരുത്തിയത് ആരാണ്? സുരസ. ആരുടെ അപേക്ഷ അനുസരിച്ചാണ്? ദേവന്മാരുടെ. എന്തായിരുന്നു സുരസയുടെ ഉദ്ദേശം? സഞ്ചരിക്കുന്നവരെ ഭക്ഷിക്കാനോ? ശക്തിയുണ്ടോന്നറിയാൻ പരീക്ഷണമായിരുന്നു. വളരെ ശരിയായിരുന്നു. ഹനുമാൻ സുരസയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? 50 യോജന വിസ്താരത്തിൽ ഹനുമാൻ 20 വായിൽ പ്രവേശിച്ചിട്ട് വളരെ ശരിയാണ് ഉത്തരം. അതെ, 50 യോജന സുരസ വാ പിളർന്നപ്പോൾ വൃഷഘാതത്തിലൂടെ കയറി ഇറങ്ങി പോന്നു. ഇനി സാഗരത്തിന്റെ അഭ്യർത്ഥന അനുസരിച്ച് പക്വഫലങ്ങളും അമൃത സമാനമായ ജലവും കൊടുത്ത് ക്ഷീണവും തീർക്കാൻ ഹനുമാനെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ ചെല്ലുന്നത് ആരാണ്? നിഴല് പിടിച്ചു നിർത്തി ഭക്ഷിക്കുന്നത് ആരാണ്? ലങ്കയില് ഹനുമാൻ സ്വാമി എത്തുന്ന സമയം സന്ധ്യാസമയം. ഹനുമാനെ ലങ്കയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോ തടഞ്ഞു നിർത്തി അടിക്കുന്നത് ആരാണ്? താടിക്കുന്നത്. തിരിച്ച് ഹനുമാൻ സ്വാമി വാമമുഷ്ടി കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് ഒറ്റ അടി കൊടുക്കുമ്പോ അവരുടെ വായിൽ നിന്ന് ചോരയൊക്കെ തെറിച്ചു പോകുന്നുണ്ട്. അപ്പോഴ് ലങ്കാലക്ഷ്മി ഹനുമാൻ സ്വാമിയോട് എന്താണ് പറയുന്നത്? അവിടെയും 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭഗവാനെ രാമരാജ്യാർത്ഥം വരികന്നു. അതെ, ബ്രഹ്മാവ് പറഞ്ഞിരുന്ന കാര്യം പറയുന്നു. പിന്നെ സീതാദേവിയെ എവിടാന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബ്രഹ്മാവ് ലങ്ക വിട്ടു പോകും. വളരെ ശരിയാണ്, എല്ലാ ഉത്തരവും ശരിയാണ്.
ഹനുമാൻ ലങ്കയിലെത്തിയപ്പോൾ വാമഭാഗം തുടിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്, അനങ്ങിയോ? സീത രാവണന്റെ സീതയ്ക്കും രാവണനും വാമഭാഗം സീതയ്ക്ക് ഇടത് ഭാഗം, രാവണന് ഇടത് ഭാഗം. അപ്പൊ വളരെ സ്ത്രീകൾക്ക് കാരണം അപ്പൊ ഹനുമാൻ സ്വാമി ഇതൊക്കെ അങ്ങ് മറന്നുപോയായിരുന്നു. ലങ്കാലക്ഷ്മി പറഞ്ഞിരുന്നു ഇന്നടത്ത് അശിംശവാവൃക്ഷ ചുവട്ടിൽ ഹനുമാൻ സ്വാമി സോറി ഉദ്യാന അന്തഃപുരത്തിനടുത്തുള്ള ദിവ്യ ഉദ്യാനത്തിൽ അശോകവനിയിൽ ശിംശവാവൃക്ഷ ചുവട്ടിലാണ് സീതാദേവി എന്നൊക്കെ പറഞ്ഞു വിട്ടെങ്കിലും ഹനുമാൻ സ്വാമി അതെല്ലാം മറന്നുപോയി. പിന്നെ ആരാണ് ഹനുമാൻ സ്വാമിയെ അവിടേക്ക് കൊണ്ടെത്തിച്ചത്? വായുദേവൻ. അതെ അതെ. രാവണൻ ആ രാത്രി കണ്ട സ്വപ്നം എന്തായിരുന്നു? ഹനുമാൻ വരുന്നതായിട്ടും പോലെ രാവണൻ കണ്ട സ്വപ്നം സ്വപ്നത്തിൽ കൂടെ കാണിക്കുകയാണ്. എന്തിനാണ് മുകളിൽ വന്നിരിക്കുമെന്നും സീതയെ കൊണ്ടുപോകുന്നു. വളരെ ശരിയാണ്. അഴകിയ രാവണനായി ശൃംഗാര വേഷമൊക്കെ വെച്ചോണ്ട് സീതയോട് വന്ന് ഈ ചപല വാക്കുകൾ പറയാമെന്ന് രാവണൻ ചിന്തിക്കുന്നതിന്റെ കാരണം എന്താണ്? എത്രയും പെട്ടെന്ന് വന്ന് രാവണൻ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കണം. അപ്പൊ ഇത് പറയുമ്പോൾ ഹനുമാൻ സ്വാമി അവിടെ ചെന്ന് രാമനോട് പറയും എത്രയും പെട്ടെന്ന് രാമൻ വരുമെന്നും കരുതിയിട്ട്. ശ്രീരാമനെ കുറിച്ച് രാവണൻ പറയുന്ന വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ശ്രീരാമനെ നിർഗുണൻ, നിർവ്യയൻ, മാംസം കഴിക്കുന്നവൻ, മാനഹീനൻ, ആദിവാസിയെയും സീതാദേവിയും ഒരുപോലെ ആത്മാവായി കാണുന്നവൻ. അതൊക്കെയാണ് പറയുന്നത്. ഇതിന് സീത പറയുന്ന മറുപടി എന്താണ്? സീത ഒരു പുല്ല് പറിച്ചിട്ടിട്ട് ഇത് പുല്ലിന് വില പോലും ഇല്ലെന്ന് പുൽക്കൊടി നുള്ളിയിട്ടു. എന്നിട്ട് രാമൻ സൈന്യവുമായിട്ട് വരുമെന്നും പിന്നെ രാവണനെ കൊന്നു ലങ്ക ഭസ്മമാക്കി ദേവിയെയും തിരിച്ചു കൊണ്ടുപോകും. ഇത് കേട്ടിട്ട് അതീവ ക്രുദ്ധനാകുന്ന രാവണൻ എന്താണ് ചെയ്യാൻ തുടങ്ങുന്നത്? ചന്ദ്രഹാസ വാളെടുത്ത് സീതാദേവിയുടെ മണ്ടോദരി വന്ന് തടയും. മണ്ടോദരി പറയുന്ന ഇത്രയും നല്ല ഇത്രയും ദ്രോഹം നീ ചെയ്തില്ലയോ, പിന്നെ ഇനി സ്ത്രീകളെ അപമാനിക്കുന്നത് പിന്നെ പാവമാണെന്ന് പറയുന്നു. ഏതെല്ലാം വർഗത്തിലുള്ള സ്ത്രീകൾ ഇവിടെ ഉണ്ട്, കൊട്ടാരത്തിലുണ്ട്. എല്ലാരും വന്നിട്ടുണ്ട്. ഏറ്റവും സുന്ദരമായതെല്ലാം. പിന്നെ രാവണൻ എത്ര സ്ത്രീകളെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് മറ്റേ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. ഞാൻ സംഖ്യ അങ്ങ് മറന്നുപോയി. എവിടെ സ്ത്രീകളെ കണ്ടോ അവരെല്ലാം ഈ അന്തഃപുരത്തിലുണ്ട്. അപ്പൊ അവരൊക്കെ ഉണ്ടല്ലോ എന്നാ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അപ്പം തിരിച്ച് മണ്ടോദരിയുടെ വാക്ക് കേട്ടപ്പം കൊല്ലണ്ടാന്ന് വിചാരിച്ച് തിരിച്ചു പോകുമ്പം രാക്ഷസ സ്ത്രീകൾ അവിടെ ചുറ്റുമുണ്ടല്ലോ. അവരോട് എന്താണ് രാവണൻ ഏർപ്പാടാക്കുന്നത്? എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഏത് തരത്തിലും രാവണന് വശപ്പെടുത്തി എടുക്കണമെന്ന്. ഇനി രാവണൻ പോയ ശേഷം രാക്ഷസികളോട് താൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് പറയുന്നത് ആരാണ്? എന്ത് സ്വപ്നമാണ് ത്രിജട കണ്ടത്? നഗ്നരൂപയായി ഗോമയമായ മഹാഹൃദം തന്നെ ദശമുഖൻ നഗ്നരൂപിയായി ഗോമനായ മഹാഹൃദം തന്നെ മുഴവിനൊടിഞ്ഞിട് വിഭീഷണനും നൽകി ധർമ്മനായി കണ്ട് വിസ്മയം തേടിച്ചലകുലപതി ഭീഷണഭക്തനായി രാമപാദാബ്ജവും സേവിച്ചു മേവിനാൻ. വളരെ ശരിയാണ്. എല്ലാ ഉത്തരങ്ങളും വളരെ ശരിയായിരുന്നു. ഇന്നത്തെ സുന്ദരകാന്ഡം സുന്ദരമായി തന്നെ പര്യവസാനിച്ചു. പാരായണം ചെയ്തവർക്കും എല്ലാ ഉത്തരങ്ങളും പറഞ്ഞവർക്കും എല്ലാവർക്കും വളരെ സന്തോഷം. ജ്യോതിഷ് ജി? വളരെ സന്തോഷം. ഇന്നത്തെ ബറോഡ ചാപ്റ്ററിന്റെ രാമായണക്കാട്ട് വളരെ മനോഹരമായിരുന്നു.
ഞാൻ ഈ ഒരു സന്ദർഭം ഒന്ന് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ പലർക്കും അറിയാമായിരിക്കും. ഈ ഒരു സന്ദർഭം ഉണ്ടല്ലോ, രാവണൻ ഹനുമാൻ സ്വാമി ലങ്കയിൽ ചെന്നിട്ട് അവിടെ എല്ലാം നശിപ്പിക്കുന്ന ഇതുണ്ടല്ലോ, പാലിൽ തീ കൊളുത്തി അവിടെ എല്ലാം നശിപ്പിച്ച ശേഷം അതാണോന്ന് എനിക്കറിയില്ല. ഒരു പദ്യമുണ്ട്. രാവണൻ എന്നത് കേൾക്കും നേരം ദേവകളൊക്കെ ഉറച്ചിടുന്നു, കേവലമൊക്കെ ഞാൻ ഭദ്രതയിൽ ദേവർക്കും ഭയം മൂലിക നിന്നെ, അല്ലേ? എങ്കിലും ഉണ്ടൊരു വാർത്തകൾ ഇപ്പോൾ ലങ്കാധിപതയെ നിന്നോടുണർത്താൻ, ശങ്കയുമുണ്ട് പർവ്വതനും ശിവശങ്കരമെന്നത് മാത്രം പറയും. എനിക്കറിയില്ല, അത് ഓർമ്മയിൽ നിന്ന് പറയാണ്. വാനവർ നരനുടെ മകനായിട്ടൊരു വാനരനുണ്ട് ഈ ഭുവനതലത്തിൽ, നാനാജനവും മാനിക്കുന്ന ഭവാനെ കൊണ്ട് ദുഷിച്ചിടുന്നു ആശ്രയം അവർ, അല്ലെ? അങ്ങനെ ഒരു ആശ്രയം അവർക്കുന്നു. അങ്ങനെ പിന്നെ വിട്ടുപോയി. ഈ സന്ദർഭം ഞാൻ ആലോചിക്കുകയായിരുന്നു. അതായത് ഹനുമാൻ സ്വാമി. അതേപോലെ തന്നെ ഞങ്ങൾ പന്തളത്ത് നമ്മുടെ ഒരു കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. പണ്ട് ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവിടെ ഈ സമയത്ത്, അതായത് ഈ എന്താ പറയുക, മണ്ഡലകാലത്ത് വൈകുന്നേരങ്ങളിൽ ഭജന ഉണ്ടാവും. അപ്പൊ അത് 6 മണിക്ക് തുടങ്ങി ഒരു 7 മണി, ദിവാരാധന കഴിഞ്ഞ് 7 മണി, 1 മണിക്കൂറോളം എടുക്കും. അപ്പൊ കുറെ നേരം ഇരുന്ന് ഇത് അയ്യപ്പന്റെ നാമങ്ങൾ ജപിക്കണം, ശരണമന്ത്രങ്ങൾ ജപിക്കണം. അപ്പൊ അതിനുശേഷം ഒരു 3/4 മണിക്കൂറോളം അതുകൊണ്ട്, അതിനുശേഷം പിന്നെ മേട്ടും പുറമേ ശരണവന്റെ അയ്യപ്പ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ നമ്മളെല്ലാം കൂടെ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇത്. ആ 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രസാദമായിട്ട് അവിടെ ഈ പഴവും അതുപോലെ തന്നെ പായസവും ഒക്കെ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ 3/4 മണിക്കൂർ ഞങ്ങൾ ആ കുഞ്ഞു സമയത്തല്ല, അപ്പൊ നമ്മളത് പുറകെ പോയിരുന്ന് കുട്ടികളെല്ലാം കൂടെ ചേർന്ന് നിന്ന് കളിക്കുകയൊക്കെ ചെയ്യും. ഈ മേട്ടും പുറമെന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം കൂടെ ചാടി വരും എന്ന് പറഞ്ഞൊരു സന്ദർഭമാണ്. അഭിലാഷ്, ഇതെല്ലാം കഴിഞ്ഞു. അതായത് രാമായണ പാരായണവും കഴിഞ്ഞു, വ്യാഖ്യാനവും കഴിഞ്ഞു. ഈ പറയുന്ന രീതിയിൽ നമ്മളെ ഈ ഇത് വന്നപ്പോൾ വന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേന് ഇവിടെ അഭിലാഷ് എത്തിയിട്ടുണ്ട്. അല്ല, ഞാനൊരു ഇതായിട്ട് പറഞ്ഞ കേട്ടോ, അതിങ്ങനെ തോന്നിയായിരിക്കും. അല്ല, ഞാനൊരു ഇത് പറഞ്ഞതാണ്, തമാശയായിട്ട് പറഞ്ഞതാണ്. അല്ല, അങ്ങനെ തോന്നി എനിക്ക്. കാരണം അഭിലാഷിക്ക് ഈ പ്രശ്നോത്തരിയാണ് ഭയങ്കര ഇഷ്ടം എന്ന് തോന്നുന്നു, അല്ലെ? ആ സമയത്ത് അദ്ദേഹം എവിടേക്കാണെങ്കിലും പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ്. എന്തായാലും വളരെ സന്തോഷം. വളരെ നല്ല രീതിയിലൊരു സന്ധ്യയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് വന്ന 2 ചേച്ചിമാരും തീർച്ചയായിട്ടും അടുത്ത എല്ലാ ദിവസങ്ങളിലും ഇൻട്രസ്റ്റ് കൊണ്ടാണ്. തീർച്ചയായിട്ടും അറിയാം, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയൊക്കെ അറിയാം. അതൊന്നും ചോദ്യം ചെയ്യല്ല കേട്ടോ. നമ്മൾ തമാശയായിട്ട് നമ്മളൊക്കെ ആകുമ്പോൾ തമാശയായിട്ട് പറഞ്ഞാലും അദ്ദേഹത്തിന് അതൊന്നും ഇത് ചെയ്യില്ല. ഗൗരവമായ വിഷയങ്ങൾ. പറഞ്ഞോളൂ. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ രാമബാണം ശത്രുവിനെ നിഗ്രഹിച്ച ശേഷം സ്വയം സ്നാനം ചെയ്ത് തിരിച്ച് തുണിയിലേക്ക് എത്തുമെന്ന് പറഞ്ഞു കേട്ടത് ശരിയാണോ? അതെ, അന്ന് വിശ്വാമിത്രൻ കൊടുത്ത ഒരു ബാണമുണ്ട്, അതുപോലെ അഗസ്ത്യ മഹർഷി കൊടുത്ത ബാണമുണ്ട്. അത് ബാണം എഴുതി കഴിഞ്ഞാൽ തിരിച്ചത് ക്ലീൻ ആയി തിരിച്ച് തുണീരത്തിൽ വന്ന് അഗസ്ത്യമുനി കൊടുത്താണല്ലേ? അതെ, അത് നമ്മൾ പോകെ പോകെ നമുക്കത് കാണാം. അഗസ്ത്യമുനി രാവണനെ കൊല്ലാനുള്ള ശ്ലോകം, ഭഗവാനെ ധ്യാനിക്കാനുള്ള. എന്തായാലും ഇന്നത്തെ പാരായണം സമർപ്പണം ചെയ്യാനായിട്ട് നമ്മൾ വാമനേട്ടനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വാമനേട്ടൻ. എന്താ പറയാ, ഭക്തിപൂർവം നമ്മുടെ രാമായണ കാറ്റ് ഭക്തരുടെ ഹൃദയത്തിലേക്ക് ഓർമ്മയും സ്നേഹവും ഐക്യവും വാത്സല്യവും ഭക്തിയും ഒക്കെ തന്നുകൊണ്ട് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലെ ഒരു കുടുംബത്തിൽ കിടന്ന് കലവില കിട്ടുന്ന പോലെ ഉഷോപ്പോളുടെ ആ പ്രവർത്തന ശൈലി കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഒരു ചോദ്യോത്തരമല്ല, എല്ലാവരും ചേർത്ത് പറയുമ്പോൾ ഞാൻ പറയാം സന്തോഷമുള്ള കാര്യം. ഇതൊക്കെയാണ് നമ്മുടെ സംഘടനയുടെ ബലം, അതാണ് നമ്മുടെ വിജയം. ഇവിടെ ജയശങ്കര. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായും ഹനുമാന്റെ പ്രവർത്തനങ്ങളെ പറ്റി പറയട്ടെ. ഭക്തിയുടെ ഉത്തമ ഉദാഹരണമാണ് ഹനുമാൻ സ്വാമി. നമുക്കറിയാം, ഹനുമാൻ സ്വാമി ചിരം ജീവിയാണ്. നമ്മൾ ഈ ഇതിഹാസമായിരിക്കുന്ന രാമായണം, അതായത് ചരിത്രമായിരിക്കുന്ന രാമായണം പഠിക്കുമ്പോൾ ഇത് നടന്ന സംഭവം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. 120ഓളം തെളിവുകൾ നിവർത്തി സുപ്രീം കോടതിയിൽ
രാമായണം നടന്ന സംഭവവും നടന്ന സ്ഥലവും രാമൻ ജനിച്ച ഭൂമിയൊക്കെ അനുവാദിച്ചാണ് രാമക്ഷേത്രം പണിയാനുള്ള അനുവാദം സുപ്രീം കോടതിയിൽ നമുക്ക് ലഭ്യമായത്. അപ്പൊ ഇത് നടന്ന സംഭവമാണ്, ഇതിഹാസമാണ്. അപ്പൊ പറയാൻ വന്ന അതല്ല. ഹനുമാൻ സ്വാമി, ചിരഞ്ജീവിയായിരിക്കുന്ന ഹനുമാൻ സ്വാമി ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹനുമാൻ ഭക്തിയുടെ ഉത്തമ ഉദാഹരണമാണ്. നമുക്ക് എന്താണ് വേണ്ടത്? ഭക്തി, 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 അതിലൂടെ മുക്തി. അപ്പൊ നമ്മൾ എപ്പോഴും പറയും, എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമൊത്തകാഞ്ജലിം ബാഷ്പവാരിം പരിപൂർണലോചനം മാരുതിം നമ്മ രാക്ഷസാന്തകം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ രാമന്റെ നാമം എത്ര പറയണോ അവിടെ ഞാനുണ്ട്. എന്റെ പേര് പറയണ്ട, രാമന്റെ പേര് പറഞ്ഞാൽ മതി. അപ്പൊ രാമനില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. രാമൻ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. അതുകൊണ്ട് ഭക്തിക്ക് ഉത്തമ ഉദാഹരണമായി വേറെ ഒന്നും തന്നെ നമുക്ക് ഇത്രത്തോളം പ്രാധാന്യമായി എടുത്ത് കാട്ടുന്നതിന് കഴിയുന്നില്ല. ശ്രീരാമ ഭഗവാനെ മാത്രമല്ല, എന്താ നമുക്ക് ഇവിടെ ലക്ഷ്മണനെയും ലക്ഷ്മണസ്വാമിയും അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഫൽഗുനന്, അത് അർജുനന് കൊടിയാടുകളായിട്ടിരുന്നത് ഹനുമാൻ സ്വാമിയാണ്. അപ്പൊ ഹനുമാൻ സ്വാമി ഇപ്പോഴും ഈ ഭൂമിയിൽ അല്ല, പ്രപഞ്ചത്തില് അല്ല, ലോകത്തില് ഉണ്ട് എന്നതാണ് നമ്മുടെ വിശ്വാസം, അല്ല സത്യം. അതുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ വളരെ അധികം സ്തോത്രങ്ങളോ അല്ലെങ്കിൽ കീർത്തനങ്ങളൊക്കെ വളരെ കുറവാണ്, അധികമായിട്ടും കാണുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ദ്വാദശനാമം ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായി. അത് ഞാൻ ചൊല്ലി അവർക്ക് ഇന്ന് പങ്കെടുത്ത എല്ലാ അമ്മമാരും ഭക്തിയോടെ, ഐക്യത്തോടെ, സന്തോഷത്തോടെ ഈ കാറ്റ്, ഈ കുളിർകാറ്റ്, ഈ ഭക്തിയുടെ കാറ്റ് നമ്മുടെ ഉള്ളിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹനുമാൻ അഞ്ജനാസൂനുർ വായുപുത്രോ മഹാബല. ഹനുമാൻ അഞ്ജനാസൂനുർ വായുപുത്രോ മഹാബല. ഞാൻ പതിയെ ചൊല്ലുന്നത് നമുക്കെല്ലാവർക്കും ഹൃദയത്തിൽ ആ മന്ത്രം ഏറ്റ് ചൊല്ലുന്നതിന് വേണ്ടിയാണ്. ഹനുമാൻ അഞ്ജനാസൂനുർ വായുപുത്രോ മഹാബല. രാമേഷ്ട ഫൽഗുനസഖ പിംഗാക്ഷോ അമിത വിക്രമ. രാമേഷ്ട ഫൽഗുനസഖ പിംഗാക്ഷോ അമിത വിക്രമ. ഉദതിക്രമണച്ചൈവ സീതാശോക വിനാശന. ഉദതിക്രമണച്ചൈവ സീതാശോക വിനാശന. ലക്ഷ്മണ പ്രാണബാധ ലക്ഷ്മണ പ്രാണബാധ യശഗ്രീവസ്യ ദർപ്പഃ യശഗ്രീവസ്യ ദർപ്പഃ. ഏവം ദ്വാദശനാമാനി കപീന്ദ്രസ്യ മഹാത്മനഃ സ്വാപകാലേ പ്രബോധേ ച യാത്രാകാലേ ച യ പഠേത്. പഠേത്, ആരാണോ പഠിക്കുന്നത് എപ്പോഴ് പ്രബോധേ എപ്പോഴ് യാത്രാകാലത്ത് എല്ലാം പഠിക്കും, അവർക്ക് തസ്യ സർവഭയം നാസ്തി രണേ ച വിജയീ ഭവേത്. ഉല്ലംഘ്യ സിന്ധോ സലിലം സലിലം ശോകവന്യം ജനകാത്മജായ ആദായ തനൈവ ദദാഹലിംഗം മമാമിതം പ്രാഞ്ജലിരാഞ്ജനേയം. സ്ഫടികാഭം സ്വർണകാന്തിം വിഭുജം ജഗൃതാഞ്ജലിം കുണ്ഡലദ്വയ സംശോഭി മുഖം ഭോജഹരിം ഭജേ. മനോജവം മാരുതതുല്യവേഗം ഇതേന്ദ്രിയം ബുദ്ധിപദം വരിഷ്ടം വാസാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമദൂതം ശിരസം നമാമി. ശ്രീരാമദൂതം ശിരസം നമാമി. ജയശങ്കര ജയശങ്കര ജയശങ്കര. വളരെ സന്തോഷം വാമനേട്ടാ. എനിക്ക് തോന്നുന്നു ഇതിവിടെ ഇന്ന് കൂടിയിരിക്കുന്ന പലർക്കും അങ്ങിപ്പോ ജപിച്ച ഈ മന്ത്രം ഒന്ന് നമുക്കൊരു ഇതായിട്ടൊരു മെസ്സേജായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നെങ്കിൽ അതെല്ലാവർക്കും അത് ഉപകാരപ്രദമായെന്ന്. വളരെ സന്തോഷം വാമനേട്ടാ. 21-ാം ദിവസമായ നാളെ രാമായണക്കാറ്റ് അവതരിപ്പിക്കുന്നത് സമർപ്പിക്കുന്ന ജയ്പൂർ ചാപ്റ്ററാണ്. നാളെ ഇതേ സമയം നമുക്ക് എല്ലാവർക്കും കാണാം.
അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ലോകാസമസ്ത സുഖനോ ഭൂന്തു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജയശങ്കര, 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 ജയശങ്കര. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. ജയശങ്കര.